അടുത്ത സെഷനിൽ നമ്മോട് സംവദിക്കുന്നത് ഗാന്ധിയും സമരമുഖങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി എബിൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ഒപ്പം ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇത്രയാൾ മതിയാവും. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രമേയം ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയാൾ ഉണ്ടായിരുന്നില്ല. അത് 1906 ആയിരുന്നു. ആദ്യത്തെ AICC ആയിരുന്നു. അദ്ദേഹം പങ്കെടുത്ത ആദ്യത്തെ AICC. ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കൽക്കത്തയിലേക്കുള്ള ദൂരമായിരുന്നു. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി യാത്ര ചെയ്തത് ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്ത് നിന്ന് വടകര വരെയുള്ള ദൂരമാണ്. ഗാന്ധിജി അനുസ്മരിക്കുന്ന കല, പ്രകൃതി, ജനാധിപത്യം, എനിക്ക് തോന്നുന്നു ഗാന്ധിജിക്ക് വേണ്ടി എഴുതിയ ഒരു ബൈലൈൻ പോലെ തോന്നുന്നുണ്ട്. കല, പ്രകൃതി, ജനാധിപത്യം എന്നത്. ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചപ്പോൾ ആളില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ആ കടലാസ് മടക്കി വെച്ചിട്ട് അദ്ദേഹം പോയത് അവിടെ പങ്കെടുത്ത പ്രതിനിധികൾ വിസർജിച്ച് മടങ്ങിയ മലം കുഴിവെട്ട് മൂടുക എന്ന പണിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരു സമരമുഖം അദ്ദേഹം തുറക്കുന്നു. ഇന്ന് ഗാന്ധിജിയെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ, ആ കണ്ണടയും വടിയും ചേർന്ന രൂപകങ്ങളെ സ്വച്ഛ ഭാരത് എന്ന ഒരു സവിശേഷ മുദ്രാവാക്യത്തിന് കീഴിൽ ചേർത്ത് വെക്കുന്നുണ്ട്. വാസ്തവത്തിൽ വിമലീകരണം എന്ന് പറയുന്നത് ഒരാശയമാണ്, മലമാണ് അതിനകത്തുള്ളത്. വിമലീകരിക്കുക എന്ന് പറയുന്നതിനുള്ളിലും മലമുണ്ട്. നിർമ്മലം എന്ന് നമ്മൾ പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോകരുത്, അതിനകത്തും മലമുണ്ട്. അപ്പം മലമില്ലാതാക്കുക എന്ന് പറയുന്നത് വൃത്തിയാക്കുക, അടിച്ച് വാരുക, അലക്കി വെളുപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പണിയാണ് രാഷ്ട്രീയം. അതിൻ്റെ ഒരു ആദ്യ ശ്രമം എന്നുള്ള നിലയ്ക്ക് ആ പ്രമേയാവതരണത്തെയും സാന്ദർഭികമായെങ്കിലും ഈ പരിസരം സഹായമായി. അത് ഒരു സ്ഥലത്തെത്തുന്നതിന് മുമ്പേ ആ സ്ഥലം എങ്ങനെയായിരിക്കും എന്ന് ഈ പ്രായത്തിൽ പോലും ഗണിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് ഞാനിപ്പോൾ സജിയോട് പറയുമായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ആ സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവും, ഒരു മുൻവിധി ഉണ്ടാവും. ആ മുൻവിധിക്ക് ഒട്ടും ചേരാത്തതായിരിക്കും ആ സ്ഥലം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം നമ്മുടെ മുൻവിധികൾക്ക് ഇണങ്ങിയ വിധത്തിലല്ല ലോകം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 1906 ഗാന്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് അദ്ദേഹത്തിന് മേൽവസ്ത്രം ഇല്ലായിരുന്നു എന്ന് കരുതരുത്. മേൽവസ്ത്രം അദ്ദേഹം അഴിച്ചു വെക്കുന്നത് ഒരു പ്രത്യേക ചോദ്യത്തിന് മുമ്പിലാണ്. വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാനായി പറയുമ്പോൾ ഒരു 14 വയസ്സുകാരൻ ചോദിക്കുക, എനിക്ക് ആകെ ഒരു കുപ്പായേ ഉള്ളൂ, അത് വിദേശിയാണ്. കാരണം അന്ന് വിദേശം എന്ന് പറയുന്നത് സ്വദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതങ്ങനെ കയറി ഇറങ്ങി നിൽക്കുകയാണ്. ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു സ്വദേശി പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വസ്ത്രം ചൂണ്ടിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ, ഈ 14 വയസ്സുകാരൻ ചോദിക്കുകയാണ്, എനിക്ക് ഒന്നേ ബാക്കിയുള്ളൂ, ഇത് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ എൻ്റെ മേൽഭാഗത്തേക്ക് മറയ്ക്കാനൊന്നും ഉണ്ടാവില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അതിന് അദ്ദേഹത്തിന് ഉത്തരമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല, എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കണം. അതാണ് ഉത്തരത്തിൻ്റെ ഒരു സവിശേഷത. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിൽ ലോകത്തുണ്ട് എന്ന് സമ്മതിക്കുന്നത് ഒരു മര്യാദയാണ്. കാരണം ഏറെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഗാന്ധിജി ചെയ്ത ഒരു കാര്യം, അവിടെ കൊടുത്ത ഉത്തരം, ഇന്ത്യയിലെ ജനസാമാന്യം മുഴുവനും മേൽവസ്ത്രം ധരിക്കുന്നത് വരെ ഞാൻ ധരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് കൊച്ചി ബേനാല പോലെ ആണ്. അതൊരു ഇൻസ്റ്റലേഷൻ ആർട്ടാണ്. ശരീരത്തിൻ്റെ മേലെ നാം ഒരു കലാപ്രവർത്തനം നടത്തുകയാണ്. ഒരാൾ വസ്ത്രം ധരിക്കുന്നതും ധരിക്കാത്തതും ഒരു സമരമായി മാറുകയാണ്. വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ലോകത്തിന് നടുവിൽ ഒരാൾ ധരിക്കാതിരിക്കുന്നതിനെയാണ് വിവസ്ത്രത എന്ന് പറയുന്നത്. അത് നഗ്നതയല്ല.
നഗ്നത വളരെ ഓർഗാനിക്കായിട്ടുള്ള ഒന്നാണ്. വസ്ത്രം എന്ന സാക്ഷരത നിലനിൽക്കുന്ന സ്ഥലത്താണ് ഒരാൾ വിവസ്ത്രനാവുന്നത്. അക്ഷരമേ ഇല്ലാത്ത ഒരു ലോകത്ത് പോയിട്ട് ഇവരൊക്കെ നിരക്ഷരരാണ് എന്ന് നമ്മൾ പറയുന്നത് വലിയ മണ്ടത്തരമാണ്. ഒന്നുണ്ടാവണം, എന്നിട്ട് വേണം അവർക്കതില്ല എന്ന് പറയാൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് മാസത്തിൽ 15 രൂപ കിട്ടിയാൽ മതിയാവും. അത് കിട്ടുന്നില്ലെങ്കിലാണ് ദാരിദ്ര്യമെന്ന് കരുതി പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ കാലത്ത് അതിൻ്റേതായ അളവുകളുണ്ടെന്നുള്ളതാണ്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിൻ്റെ കാരണം, വെടിവെച്ച് കൊന്ന ആൾ പറഞ്ഞത് 55 കോടി രൂപയുടെ കാര്യത്തിലാണ്. 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് ഗാന്ധിജി സർദാർ പട്ടേലിനോടും നെഹ്റുവിനോടും നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കൂ എന്നാണ് പറയുന്നത്. ഞാനല്ല, നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കൂ എന്ന് പറയുന്നുണ്ട്. 55 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ലേ? ഇത്രത്തോളം നിസ്സാരമായൊരു തുകയ്ക്ക് വേണ്ടിയാണോ എന്ന് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് അന്നത്തെ നാണയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. 55 അവർക്ക് പ്രധാനമാണ്. സർദാർ പട്ടേൽ ഗാന്ധിജിയോട് പറഞ്ഞത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ആ പണം കൊടുത്താൽ അതിനുകൂടി അവർ ആയുധം വാങ്ങി നമുക്ക് നേരെ പ്രയോഗിച്ചു കളയും എന്നാണ്. ഗാന്ധിജിയോട് ഒടുവിൽ സംസാരിച്ചിട്ടുള്ള ലോക നേതാവ് തന്നെ സർദാർ പട്ടേലാണ്. ഇറങ്ങിപ്പോകുമ്പം പട്ടേൽ ഒരു കാര്യം സ്വയം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, എ ബുദ്ധ പായൽ ഹേ എന്നാണ് പറഞ്ഞത്. ഈ വയസ്സിന് ഭ്രാന്താണ് എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഗാന്ധിജിയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ സർദാർ പട്ടേലിനെ പോലൊരാൾ പറഞ്ഞതും അതാണ്. ഈ മനുഷ്യന് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് ഇറങ്ങിപ്പോകുന്നത്? പട്ടേൽ ഇറങ്ങിപ്പോകുന്നത്. അത് കേട്ട മനുഷ്യനാണ് ആര്? വി കല്യാണം എന്ന ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ആൾ. ഗാന്ധിജിയുടെ ആദ്യത്തെ സെക്രട്ടറി നിങ്ങൾക്കറിയാം, മഹാദേവ് ദേശായിയാണ്. പയ്യന്നൂരിൽ പോയാൽ കാണാം മഹാദേവ് ഗ്രാമം. അത് വേറെ ദേവനല്ല, ഈ ദേവൻ തന്നെയാണ് മഹാദേവ്. ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഖാവും തർജ്ജമക്കാരനുമൊക്കെ ആയിരുന്ന ആൾ. നെഹ്റു ഇംഗ്ലീഷിൽ എഴുതിയാൽ അത് ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്ന ആൾ. ഗാന്ധിജി ഗുജറാത്തിൽ എഴുതിയാൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നയാൾ. അങ്ങനെ ഒരു ഭാഷാ പണ്ഡിതനും കൂടിയായിരുന്നു ആര്? ഈ മഹാദേവ്. പിന്നെ പ്യാരേലാൽ. ഒടുവിലുള്ളതാണ് കല്യാണം. കല്യാണമാണ് ഏറ്റവും ഒടുവിൽ വെടിയേൽക്കുന്ന സന്ദർഭത്തിൽ ഗാന്ധിജിയുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നയാൾ. ഉന്നം തെറ്റിപ്പോയിരുന്നെങ്കിൽ വെടിയേൽക്കേണ്ട ആൾ ഇദ്ദേഹമായിരുന്നു. അത്രത്തോളം ചേർന്നാണ് നിന്നത്. ഗാന്ധിജി വെടിയേറ്റു എന്ന വസ്തുത അറിഞ്ഞതും ഈ ചെറുപ്പക്കാരന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇറങ്ങി ഓടുന്നത് നെഹ്റുവിൻ്റെ പക്കലേക്കാണ്. നെഹ്റുവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഭ്രാന്തമായ ഓട്ടം. നെഹ്റുവിൻ്റെ പക്കലെത്തിയതിന് ശേഷം പിന്നെ അയാൾ ഓടിയത് എങ്ങോട്ടേക്കാണെന്നറിയോ? മലയാള മനോരമക്കാരുണ്ടോ ഇവിടെ? മനോരമ നടത്തുന്ന പരിപാടിയൊന്നും അല്ലല്ലോ ഇത്. പങ്കില്ല അല്ലേ? ഞാൻ പടം മുഴുവൻ കണ്ടില്ല. മാതൃഭൂമിയുണ്ടോ? മലയാള മനോരമയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊയിലോൻ നാഷണൽ ബാങ്ക് എന്ന് പറയുന്നൊരു ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മനോരമയുടെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാം ഓർമ്മിക്കുന്ന ഒരു ബാങ്കാണ്. ഗാന്ധിജിക്ക് ഒരു ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. മനോരമക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് വരിക, രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. അവിടെ മാത്രമേ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഗാന്ധിജി ഈ കല്യാണത്തോടൊരു ചെറിയ തുക വായ്പ വാങ്ങിച്ചിരുന്നു. പൊതുവെ വായ്പ വാങ്ങലൊക്കെ കുറവാണ്. അപ്പോൾ സ്വന്തം കൂടെ നടക്കുന്ന ഈ പയ്യൻ്റെ അടുത്തു നിന്ന് പൈസ ഉണ്ടോ കയ്യിൽ നിന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, ഒരു 25 ഉറുപ്പ്യ എന്ന് പറഞ്ഞു. ആ 25 ഉറുപ്പ്യയുടെ കടം മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഒരു ചെക്കായി എഴുതി കൊടുത്തിരുന്നത് ഈ കൊയിലോൺ നാഷണൽ ബാങ്കിൻ്റെയാണ്. അത് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗാന്ധിജി മരിച്ചപ്പോൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇയാൾ നേരെ ഓടിയത് ബാങ്കിലേക്കാണ്. എനിക്ക് ക്യാഷ് വേണ്ട, ആ ചെക്ക് മതി എന്നാണ് പറഞ്ഞത്. ആ ചെക്കിനൊരു മൂല്യമുണ്ട്. അത് എൻകാഷ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ വലിയൊരു മൂല്യം. ഞാൻ വിചാരിച്ചു ഇത് പറയുമ്പോൾ എങ്കിലും കുറച്ചാൾ കസേര വന്നിരിക്കുമെന്നാണ്. കാശിൻ്റെ കാര്യം പറയുമ്പോഴും താല്പര്യമില്ലാത്തവരോട് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അല്ല, ആളെത്രയുണ്ട് എന്നുള്ളത് പറച്ചിലിൻ്റെ മൂല്യം കുറയ്ക്കുന്നില്ല കേട്ടോ. ഞാനതുകൊണ്ട് ലേശം കുറച്ച് പറയാമെന്നും പ്ലാൻ ചെയ്യുന്നില്ല. മൂസ എവിടെയുണ്ട്? മൂസയുടെ സമ്മതിച്ച് അത്രയെങ്കിലും സമയം പറയണ്ടേ?
അതിതാണ്, നമുക്ക് ഗാന്ധിജി മരിക്കുന്ന സമയത്ത് ആവശ്യപ്പെടുന്നത് പാകിസ്ഥാന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്നാണ്. 55 കോടി രൂപയുടെ മൂല്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. ഖാദി എന്ന പ്രസ്ഥാനം ഗാന്ധിജി ജനിക്കുന്നതിനും 100 വർഷം മുമ്പ് മരണപ്പെട്ടു പോയൊരു പ്രസ്ഥാനമാണ്. ഗാന്ധിജി സ്വയം ഉണ്ടാക്കിയതല്ല. ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് പറഞ്ഞാൽ കോഴിക്കോട്ടുകാരൻ രാമൻ നായർ ഉണ്ടായിരുന്നു, ചിത്രകാരനായിട്ടുള്ള രാമൻ നായർ. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ഖാദി വസ്ത്രവും നൂൽപ്പ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഗാന്ധിജിയുടെ സമീപത്തേക്ക് പോയത്. രാമൻ നായർ ഓർമ്മയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡൊക്കെ ഉണ്ടായിരുന്നു. ചിത്രകാരനായതുകൊണ്ട് ഒരിക്കൽ നമ്മൾ കാരശ്ശേരി മാഷെല്ലാം ചേർന്നിട്ടുള്ളൊരു സമിതി എനിക്കൊന്ന് വെച്ച് നീട്ടുകയും ചെയ്തതാണ്. ഖാദി എന്നത് അതിൻ്റെ ഇഴകൾ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ശാക്തിക ബലത്തിൻ്റെ ഇഴകൾ തന്നെയായിരുന്നു. അത് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു വാഹനം ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്നൊരു കാർ ഇങ്ങോട്ട് വന്നു എന്ന് പറയും, അല്ലേ? എതിർവശത്ത് നിന്ന് വരുന്നു. എന്നാൽ എതിർ എന്നത് ആ ഒരു എതിർപ്പല്ല. ഇഴകളുടെ ഊടിൻ്റെയും പാവിൻ്റെയും, ഊടും പാവും അറിയാമല്ലോ, ഊടും പാവും ചേരുമ്പോഴുണ്ടാകുന്ന ഒരു എതിർപ്പുണ്ട്, ഒരു ക്രോസ് ലൈനിൻ്റെ ബലമാണത്. ആ ബലമാണ് ഗാന്ധിജി എന്തിൽ കണ്ടത്? ഹിന്ദു മുസ്ലിം എന്ന രണ്ട് സവിശേഷ സമൂഹത്തിൽ കണ്ടത്. ഇവരൊന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഒന്നിച്ചു നിൽക്കുന്നതിന് ഒന്നിപ്പിക്കാനുള്ള ഉപായങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സവിശേഷമായ സർഗപ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ സ്വാഗത പ്രസംഗത്തിലെങ്കിലും ആരെയെങ്കിലും കുറിച്ച് പറയാറുണ്ട്, എല്ലാറ്റിനും ഉപരി അയാളൊരു സംഘാടകനുമാണ് എന്ന് പറയും. ഈ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് അറിയുന്ന കൂട്ടർക്കേ കഴിയും. അതൊരു പ്രത്യേക കാര്യമാണ്. ഗാന്ധിജിയിലെ സംഘാടകൻ ഉണരുന്ന ഒരു പ്രത്യേക കാര്യം എന്നുള്ളത് ഖാദിയിൽ നമുക്ക് കാണാം, ഉപ്പു സത്യാഗ്രഹത്തിൽ കാണാം. വേറെ എവിടെയും കാണാൻ കഴിയില്ല എന്നല്ല. ആ ദക്ഷിണാഫ്രിക്ക മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ സമയപരിമിതിക്കുള്ളിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിടുന്നത്. എൻ്റെ ആവശ്യം വന്നാൽ പറയാം, ഇപ്പം തൽക്കാലം അത് ആവശ്യമില്ല. ഈ വിഷയം പറയുന്നതിന് ഇതൊക്കെ മതിയാവും. അപ്പം ഖാദി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല എന്താ ഖാദി എന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട് ഇന്ത്യയിലെ മനുഷ്യർക്ക് മുഴുവനും സ്വയം ഉണ്ടാക്കാനും സ്വയം ധരിക്കാനും കഴിയുന്ന വിധത്തിൽ അവരെ സവസ്ത്രരാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഉപായം കണ്ടെത്തുക. അതിന് അദ്ദേഹത്തെ സഹായിക്കുന്നത് ഒരു വനിതയാണ്. ഗാന്ധിജി വനിത അവർ വിധവയാണ്, പക്ഷേ ധീരയായ വനിത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിധവ ധീരയായിക്കൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു കളയരുത്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പ്രയാസമായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കിയാൽ മതിയോ. രംഭാഭായി എന്ന് പറയുന്ന അവർ ഗാന്ധിജിയെ സഹായിച്ചു. അത് ഗുജറാത്തിലെ ഒരു പഴയ വീട്ടിൽ, ഒരു വില്ലേജിലെ ഒരു ഗ്രാമത്തിലൊരു പഴയ വീടിൻ്റെ അട്ടത്തെടുത്ത് വെച്ചിരുന്ന ഒരു ഉപകരണമാണ് ചർക്ക എന്നത്. ആ ചർക്ക കണ്ടെടുക്കുകയും ഗാന്ധിജി അതിനുള്ള തിര എന്നാണ് പറയുന്നത്, അത് വാങ്ങിയെടുക്കുകയും നൂറ്റ് അദ്ദേഹം അത് പരിശീലിക്കുകയും ചെയ്യുന്നു സ്വയം. ഒരു ചെറിയ സംഘം ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. ഗാന്ധിജി ഈ ശ്രമം തുടങ്ങി. പതിയെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്ര പരിചയമൊന്നുള്ള കാര്യമേ അല്ല. സത്യത്തിൽ പരിചയമില്ലാത്ത കാര്യം ചെയ്തിട്ടുള്ള ആളെ ആണ് നമ്മൾ ഗാന്ധിജി എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇഷ്ടങ്ങളുണ്ട്, അഭിരുചികളുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളുടെയും അഭിരുചികളുടെയും പുറത്തൊരു വഴി സഞ്ചരിക്കണമെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇഷ്ടങ്ങളുടെയും അഭിരുചികളുടെയും അതിർവരമ്പുകളെ ഉല്ലംഘിക്കുക എന്നത് ജീവിതവൃത്തിയാക്കിയ മനുഷ്യനെയാണ് നാം രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അത് സ്വയം പരിശീലിക്കുകയും ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും തീരുന്നില്ല, ചർക്ക ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ചർക്ക ഫണ്ട് 1 കോടി ഉറുപ്പികയാണ്. 1 കോടി ഉറുപ്പിക പ്രഖ്യാപിക്കപ്പെട്ട ദിവസം സബർമതിയിലാണ്, എത്തിച്ചേർന്നില്ല. എത്തിച്ചേരാത്ത വന്നപ്പോൾ ഇതിനുള്ള സഹപ്രവർത്തകനുണ്ടല്ലോ, ഈ കണക്ക് സൂക്ഷിക്കുന്ന ആൾ, ശേഖരിച്ച പണമൊക്കെ കയ്യിൽ വെക്കുന്ന ആൾ, മറ്റേ
മൊബൈൽ ഫോണിൽ അയക്കാൻ പറ്റുന്ന കാലമല്ല നമ്മൾ ഓർമ്മിക്കണം. പണമൊക്കെ പണമായിട്ട് തന്നെ, നാണയമൊക്കെ നാണയമായി തന്നെ കിഴികളിലാണ് എത്തേണ്ടത്. ആകമാനം സമാഹരിച്ചത് കണക്ക് കൂട്ടുമ്പോൾ 1 കോടി എത്താൻ കുറച്ച് പണം കൂടി വേണം. എന്നാൽ പിന്നെ രാത്രിയായി നിർത്തിക്കളയാം എന്ന് ഗാന്ധിജിയുടെ മുമ്പാകെ പോയി ചെറുപ്പക്കാരൻ പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഇതാണ്: കട അടയ്ക്കാൻ നേരമായിട്ടില്ല, ദിവസം തീരുന്ന 12 മണിക്കാണ്, 12 മണിക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ കൃത്യനിഷ്ഠ എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഘടികാരത്തിലുള്ള നിഷ്ഠയാണ്, സമയനിഷ്ഠയാണ് എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അതല്ല, അത് പ്രവൃത്തിയിലുള്ള കൃത്യത്തിലുള്ള നിഷ്ഠയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ഹിമാലയത്തിലേക്ക് ടെൻസിങ് ഹിലാരി എവറസ്റ്റ് കയറാൻ വേണ്ടി പോകുമ്പോൾ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? 24 മണിക്കൂറിൻ്റെ വ്യവസ്ഥയില്ല. പതിവ് തെറ്റിക്കുന്ന മനുഷ്യർക്ക് ഘടികാരത്തെയും കലണ്ടറിനെയും ലംഘിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഗാന്ധിജി പറഞ്ഞു 12 മണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 12 മണിക്ക് ഏതാനും മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ ഒരു ചെറുപ്പക്കാരനതാ വാതിൽ മുട്ടുന്നു. കടന്നു വരാൻ പറഞ്ഞപ്പോൾ അതാണ് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്, പ്രവർത്തകനാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അയാളുടെ കയ്യിൽ ഒരു കിഴിയുണ്ടായിരുന്നു. അതുകൂടി എണ്ണിയപ്പോൾ 1 കോടി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ചർക്ക ഫണ്ട് എന്ന് പറയുന്നത്. ഹരിജൻ ഫണ്ട് വേറെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഗാന്ധിജി. ഇവിടെ നിന്ന് പണം ശേഖരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഒക്കെ ഞാനീ പറഞ്ഞതൊക്കെ പരിചയമുള്ളതും അറിവുള്ളതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ. പക്ഷേ ഞാനതിൻ്റെ ആകസ്മിക സ്വഭാവത്തെക്കുറിച്ചും അതിലുള്ള ഒരു സർഗാത്മകതയുണ്ട്. ഈ മാതിരി സർഗാത്മക സവിശേഷതകളെ ചൂണ്ടിയാണ് ഗാന്ധിജി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്നാണ്. നെഹ്റുവിൻ്റെ ഒരൊറ്റ മറുപടിയാണ്. അദ്ദേഹം നിങ്ങൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണെന്നോ അതല്ല ആദർശനിഷ്ഠയുള്ള ആളാണെന്നോ ഒന്നും പറയുന്നില്ല. പകരം പറയുന്നത് എന്താണ്? എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ്. ഐ ലോസ്റ്റ് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രതയുള്ള ഒരു കലാകാരനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന്. ഇത് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഷർട്ട് ഒഴിവാക്കിയിട്ട് മേൽവസ്ത്രം ഒഴിവാക്കി അർത്ഥനഗ്നനാകുന്നത് സ്വയം ശരീരത്തെ ഒരു കലാവസ്തുവാക്കി പ്രകോപനമുളവാക്കുന്ന ഒരു പ്രതിഷ്ഠാപനമാക്കി സ്വയം ഉടലിനെ ഒരു കൊടിക്കൂറയാക്കി മാറ്റുന്ന അതിശക്തമായൊരു പ്രഖ്യാപനമാണത്. ഇന്ത്യൻ ജനസാമാന്യം സവസ്ത്രരാകുന്നത് വരെ ഞാൻ വിവസ്ത്രനായിരിക്കും പാതിയെങ്കിലും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. ഇതാണ് സമരത്തിൻ്റെ ഒരു സവിശേഷത. രണ്ടാമത്തെ എന്താണ്? 2-3 ഉദാഹരണങ്ങളെ പറയാനായിട്ട് ഈ സമയം അനുവദിക്കുന്നുള്ളൂ. നിങ്ങൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടില്ലേ? ഗാന്ധിജിയുടെ ജീവിതത്തിൽ മുഴുവനും അഹിംസ. നിങ്ങൾക്കറിയാം അഹിംസ. പിന്നെന്താണ്? ട്രൂത്ത്, സത്യവും അഹിംസയും. ഇപ്പം ഈ ഗാന്ധിജിയുടെ ശില്പമോ ചിത്രമോ ഒക്കെ വരുന്നതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അറിയാത്ത കുട്ടികളുണ്ടാവില്ല. അതിൻ്റെ ഉത്തരാർത്ഥമാണ്. അതിൻ്റെ ഉത്തരാർത്ഥം അതേതാണ്ട് ഇങ്ങനെയാണ്: ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആർ ആസ് ഓൾഡ് ആസ് ദ മൗണ്ടെയിൻസ്. സത്യത്തിനും അഹിംസയ്ക്കും മാമലകളോളം പഴക്കമുണ്ട്. ഐ ഹാവ് നത്തിങ് ന്യൂ ടു ടീച്ച് യു. എനിക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഒന്നും പുതുതായി പഠിപ്പിക്കാനില്ല. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അഹിംസ എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. നിങ്ങൾക്കറിയാം, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്, അദ്ദേഹത്തെ മാത്രമല്ല മഹാദേവിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയെ അറസ്റ്റ് ചെയ്തു. കുറച്ച് ആൾ, ഗാന്ധി എന്ന് പറഞ്ഞ ഒരാളല്ലല്ലോ. ഗാന്ധി എന്ന് പറയുന്നത് ഒരു പല ആളുകളുടെ കൂട്ടം കൂടിയാണ്, ഒരു സംഘമാണ്. ആഗാഖാൻ പാലസിൽ പൂനെയിൽ പോയ കാണാം, ഇപ്പോഴും ആ പാലസ് അവിടെ ഉണ്ട്. അതിൻ്റെ തടവറയിലേക്ക് ഗാന്ധിജിയെ ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനത്തെ തുടർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓ ഡൈ എന്ന് പറയുന്ന പ്രഖ്യാപനമൊക്കെ വരുന്ന അതിൻ്റെ അനുബന്ധമായിട്ടാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് കയറ്റിയപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റുകളുടെ ഒരു സ്ഥലം കൂടിയാണ് വടകര. പഴയ സോഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടാവണം. അവരെന്താ ചെയ്തത്? നമ്മളിപ്പോൾ കാണുന്ന പോലല്ല. അന്നത്തെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന
ജയപ്രകാശ് നാരായണനോ രാം മനോഹർ ലോഹിയോ, എനിക്ക് തോന്നുന്നു സോഷ്യലിസ്റ്റുകളുടെ എന്തോ രാം മനോഹർ ലോഹിയുടെ ഒരു ഡിസ്കഷൻ ഇവിടെ നടക്കേണ്ട ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ച വഴിക്ക് കണ്ടിരുന്നു. അരുണ ആസഫ് അലിയും ജയപ്രകാശ് നാരായണനും അച്യുത് പട്വർദ്ധനും ഒക്കെ അടക്കമുള്ള അന്നത്തെ തിളയ്ക്കുന്ന ഇന്ത്യൻ യൗവനമാണ്. അവർ ചെയ്തത് റെയിലുകൾ തകർക്കുക, പിന്നെയോ ടെലക്സ് സന്ദേശങ്ങൾ കൈമാറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കുക എന്നാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, ഭരണകൂടത്തിനെതിരെ വാർത്താവിനിമയ സമ്പ്രദായങ്ങൾ അത്രയും തകർത്തുകൊണ്ട് സമരം നടത്തുന്ന ആളുകളാണെന്ന് സോഷ്യലിസ്റ്റുകൾ. എന്നാൽ ഇന്ന് ഒരു സമരം ഉയരുന്നു എന്ന് കണ്ടാൽ ആദ്യം എന്താ ചെയ്യുക? അവിടുത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളെ തകർക്കുക എന്നത് ഭരണകൂടമാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് വാർത്താവിനിമയ സൗകര്യങ്ങൾ ആകെ തന്നെ റദ്ദ് ചെയ്യുക. നിങ്ങൾക്ക് റെയിൽ തകർക്കാൻ വേണ്ടി നേരെ ജയപ്രകാശ് നാരായണനോ അച്യുത് പട്വർദ്ധനോ പോയി എന്നല്ല. അരുണ ആസഫ് അലിയോ അതല്ലെങ്കിൽ രാം മനോഹർ ലോഹിയോ നേരിട്ട് റെയിൽ വിളിക്കാൻ പോയില്ല. റെയിൽ വിളിക്കാൻ മുന്നിട്ടിറങ്ങിയത് ആരാണ്? റെയിൽവേ ജീവനക്കാരായിരുന്നു. അവരുടെ സമരം വിജയിപ്പിക്കുന്ന അങ്ങനെയാണോ? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇങ്ങനെ ഒരു ഹിംസ, ഗാന്ധിജിയുടെ ഭാഗത്ത് പറഞ്ഞ ഹിംസയാണത്. ഇങ്ങനെ ഒരു ഹിംസ നടന്നത് ഗാന്ധിജി അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ആ പ്രസക്ത ഭാഗത്തൂടെ കടന്നുപോയാൽ നിങ്ങൾക്കും ഉറപ്പുണ്ടാകും. എന്ത്? ഗാന്ധിജി ആ സമരം പിൻവലിച്ചേനേയും. പക്ഷേ ഗാന്ധിജിയുടെ മുമ്പിൽ പത്രം എത്തിക്കരുത് എന്ന ഒറ്റ കാര്യമേ ആര് ചെയ്തുള്ളൂ? ബ്രിട്ടീഷ് വൈസ്രോയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് പത്രം കൊടുക്കരുത്, കൊടുത്താൽ കുഴപ്പമെന്ന്. പത്രം കൊടുത്താൽ മോനെ ആ സമരം പിൻവലിക്കുമായിരുന്നു. കാരണം അഹിംസയോട് അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത, നിങ്ങൾ ബ്രിട്ടീഷുകാർ ഭരിച്ചാലും വിരോധമില്ല, എൻ്റെ ജനത ഹിംസ കയ്യിലെടുക്കരുത് എന്ന നിർബന്ധമുണ്ട്. അത് നിങ്ങൾ ഗാന്ധി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ വായിച്ചറിയും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതങ്ങനത്തെ ഒരു വലിയ പാസ്റ്റ് ഉണ്ട്. പക്ഷേ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഹിംസാ ആഹ്വാനം നടത്തിയിട്ടുണ്ട് എങ്കിൽ വിദേശ വസ്ത്ര ബഹിഷ്കരണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ വഴിയിലൂടെ ഒന്ന് വായിച്ചു നോക്കണം. എങ്ങനെയാണ്? വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുകയല്ല, കത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ബേൺ ഇറ്റ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഗാന്ധിജിയെ കൊണ്ട് അങ്ങനെ ആ ഒരു ശരീരത്തിൽ നിന്ന്, ആ ഒരു ജിഹ്വയിൽ നിന്ന് അങ്ങനെ ഒരു ഉദീരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കത്തിക്കൂ എന്ന് പറയുന്നത് ഗാന്ധിജിയല്ലേ അങ്ങനെ പറയാൻ ഇടയില്ല എന്നാണ് ആരും കരുതുക. എന്തിനാ കത്തിച്ചത് നിങ്ങൾക്കറിയോ? ഒരു സമരം തുടങ്ങുമ്പോൾ സമരം എങ്ങനെ അവസാനിപ്പിക്കണമെന്നും കൂടി ഗണിച്ചറിയാനുള്ള ശേഷിയില്ലാത്തവർ സമരത്തിനിറങ്ങരുത് എന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. സമരം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ ഒന്ന് എഴുതി വെച്ചോളൂ. സമരത്തിനിറങ്ങുമ്പോൾ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കൃത്യമായി ധാരണയുണ്ടാവണം. ഇല്ലാണ്ട് വെറുതെ ആളെയും കൂട്ടി ഇറങ്ങരുത്. വെറുതെ പോലീസിൻ്റെ അടിയും വാങ്ങി വീട്ടിൽ വന്നിരിക്കരുത്. അടിച്ച ഓരോ അടിക്കും കണക്കുണ്ടാവണം, അതിന് നിങ്ങൾക്ക് ഗുണമുണ്ടാവണം, നാടിൽ ശതഗുണി ഭവിക്കണം. അത് നടക്കുമോ? ഗാന്ധിജി നടത്തിയത് എങ്ങനെയാണ് എന്ന് ഞാൻ പൂർണ്ണമായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഖാദി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉണ്ടായത്. എന്നുവെച്ചാൽ ഒരു സമരം സർഗാത്മകമാണ്, സൃഷ്ടിപരമാണ്, അതിന് ദിഗന്ധങ്ങളോളം പഴക്കമുണ്ടാവും. നിങ്ങൾക്കറിയോ, ഗാന്ധിജി ഉണ്ടാക്കിയ ഖാദി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്ത്, ഒരു മില്ലുടമ പറഞ്ഞത്, ഇതെന്തിനു കൊള്ളാം? സത്യമല്ലേ? നിങ്ങൾ ഖാദി വെറുതെ ഒന്ന് ഉള്ളം കയ്യിലെടുത്തിട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ലെൻസ് വെച്ചിട്ട് നോക്കുമോ, ഒരു ഗുണമില്ലാത്ത സാധനമാണ്. അതിൻ്റെ ഇഴകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖാദി എന്ന് ഞാൻ പറഞ്ഞത് ഖാദി തന്നെ ആയിരിക്കണം, അല്ലാണ്ട് ഒരു ഇതാകരുത്. ഖാദി ഇതുപോലെ തോന്നിക്കുന്ന സാധനമുണ്ട്, അതല്ല. യഥാർത്ഥ ഖാദി നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഇഴകൾ ഓടാണ്, ഈവൻ അല്ല. എന്ന് വെച്ചാൽ 2, 4, 6 എന്ന് പറയുന്ന കണക്കിനല്ല, 1, 3, 5 എന്ന കണക്കിനാണ് അതിൻ്റെ ഒരു ഗതി ഉണ്ടാവുക. അവിടെ മുഴകൾ, മനസ്സിലായില്ലേ? ഒരു തരം പ്രാകൃത സ്വഭാവം. ഈ മില്ലുടമ പറഞ്ഞു, ഇത് എവിടെയും വിജയിക്കാൻ പോകുന്നില്ല, നിങ്ങളിത് ചുരുട്ടിക്കെട്ടി മതിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഉപദേശം കേട്ടാൽ മടങ്ങിപ്പോകുന്ന ആളാണ് ഇത്. ആൾക്ക് തെറ്റിപ്പോയി. ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം, പറഞ്ഞ പോലെ വ്യാജനൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരി, പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം ഇന്ത്യയിൽ ആകമാനം വിറ്റു പോകുന്നുണ്ടെങ്കിൽ ഖാദിക്ക് മേലെ മറ്റൊന്നില്ല എന്ന കാര്യം കൂടി നിങ്ങൾ അറിയുക. അതായത് അദ്ദേഹം ഒന്ന് മൂളിയാൽ അതിൻ്റെ മുഴക്കം ദിഗന്ധങ്ങളോളം നിൽക്കുമെന്നും യുഗങ്ങളോളം അത് മുഴങ്ങുമെന്നാണ് അർത്ഥം. അങ്ങനെയാണ് ആ സമരം ഉയർന്നത്. ഖാദി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കയ്യിലെടുത്താൽ
ലോകത്ത് വേറെ എവിടെയും ഇല്ലാത്ത ഒരു സാധനമുണ്ട്. ഇന്ത്യ മുഴുവൻ കഴിക്കുന്നൊരു ഭക്ഷണത്തിൻ്റെ പേര് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? എല്ലാവരും ഒരുപോലെ കഴിക്കുന്നത്. ഞാനൊരു അന്വേഷണം നടത്തി, ഇന്ത്യയിൽ പല ഭാഗത്തും പോയി ജീവിക്കുകയും ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ വഴിക്ക് ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനമുണ്ട്. ബംഗ്ലാദേശ് ഞാൻ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ഒരു സാധനം എന്താണെന്നറിയോ? നമ്മളെ മൂസാക്ക എവിടെ ഉണ്ടോ? സമൂസയാണ്. ഗുർമൂസയല്ല, സമൂസ. അതിനുള്ളിലെ സംഭവം, നമ്മൾ ഈ പടക്കം പോലല്ലേ സാധനം ഇരിക്കുന്നത്, അതിനുള്ളിലെ സ്ഥലത്തിന് സ്ഥലകാല ഭേദമുണ്ട്. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ ഇതിനുള്ളിൽ എടുത്തു വെക്കുന്ന സാധനം ആയിരിക്കില്ല ബംഗാളിൽ ചെന്നാൽ കിട്ടുക. അഫ്ഗാനിലുണ്ട് ഈ സാധനം. ബംഗ്ലാദേശിലാണെങ്കിൽ ഇത് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും കാറ്റടിച്ച് ഇപ്പം വീണു പോകുന്നു. വീടില്ല, ആ വെപ്പിൻ്റെ ഒരു ഗുണം. അത് കൃത്യമായി അടുക്കി വെക്കും. നമ്മൾ അതിന് ഇടയ്ക്കുന്ന് ഊരാൻ പോകരുത്. ഇടയ്ക്കുന്ന് ഊരിയാൽ അട്ടിയും താഴെ പോകും. അത്ര ഭംഗിയായിട്ട് ഈ സാധനം തെരുവിലിരിക്കും. സാധനം തെരുവിൽ നിന്ന് കഴിക്കാൻ നമുക്കൊരു മടി തോന്നും. പക്ഷേ അതിൻ്റെ അടുക്കും വൃത്തിയും കണ്ടാൽ കഴിച്ചു പോകും. പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ആൾ ഇങ്ങോട്ട് വരുമെന്ന് ഭീഷണി വല്ലവർക്കും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, പൊന്നു മക്കളെ, ഇന്ത്യ എന്നാരും അങ്ങോട്ട് പോകാതെ സൂക്ഷിച്ചാൽ മതി. രാഷ്ട്രീയമായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ഫലഭൂയിഷ്ടമായൊരു സ്ഥലം, ഞാൻ അവിടുത്തെ ഒരു കൊച്ചു വഴുതനയുടെ ചോട്ടി ചെന്നിട്ട് അതിൻ്റെ കായ കണ്ട് അമ്പരന്ന് പോയി. ഒരു ഇഞ്ച് സ്ഥലം മക്കൾ വെറുതെ വിട്ടിട്ടില്ല. അത്രയും കൃഷിയാണ്. പച്ചക്കറി കാണണം, നാരങ്ങയില്ല, നാരങ്ങ, അതിൻ്റെ തോട്ടങ്ങൾ കാണണം. ആകെ ഒരു കാര്യം, ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് നിയന്ത്രണമില്ലാതെ വെള്ളം വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസമുണ്ട്. അല്ലാണ്ട് ഒരു ബംഗ്ലാദേശുകാരന് ഇവിടെ വന്നിട്ട് അലഞ്ഞടക്കുന്നുണ്ട് എങ്കിൽ വല്ല മാനസിക രോഗം ഉണ്ടായിട്ടായിരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ കുറച്ച് കാണരുത്. ഞാൻ സൂചിപ്പിച്ച ഇതാണ്, നിങ്ങളൊരു സമരത്തിനിറങ്ങുമ്പോൾ ആ സമരം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ വാക്കുകൾ ഓർമ്മിക്കുക. എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കൃത്യമായ ധാരണയില്ലാതെ ഇറങ്ങി പുറപ്പെടരുത്. അതായത് വിദേശ വസ്ത്രം കത്തിക്കാൻ പറയുന്നതിന് മുമ്പേ തന്നെ ചർക്ക ഫണ്ട് ശേഖരിക്കുകയും മാത്രമല്ല, 1921 AICC നടക്കുന്ന അഹമ്മദാബാദിലാണ്. 1921 എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൽ മലബാറിൽ 1921 പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയണോ? വേണ്ടല്ലോ. 1921 AICCയിൽ ഗാന്ധി ഒരു ശാഠ്യം പിടിച്ചു. എന്താണ്? ചെറുപ്പക്കാരും അല്ലാതെ കോൺഗ്രസ്സിലേക്ക് വരുന്നു. അങ്ങനെ വന്നുകൂടാ. മനസ്സിലായില്ലേ? മെമ്പർഷിപ്പ് പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യാണ്. ആളധികം വേണ്ട ഇതിനകത്തുനിന്ന്. മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്ത മട്ടിലാണുള്ളത്. ആരും പണവുമായി വരണ്ട. എന്താ കാരണം? ജാലിയൻ വാലാബാഗ് കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യൻ യുവതയുടെ പൊട്ടി ഒഴുകുന്ന രോഷത്തിൻ്റെ അഗ്നിയിൽ കോൺഗ്രസ് പോലും ബന്ധുപോകുമെന്ന് ഗാന്ധി ഭയപ്പെട്ടു. അത്ര രോഷമാണ്. അത്രയ്ക്ക് കാറ്റ് വേണ്ടാന്ന ശ്രീനിവാസൻ്റെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതാ ഗാന്ധിജി എടുത്തത്. എന്താ കാരണം? ഈ ആളുകൾ ഈ കാലണയായിട്ട് ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇക്കൂട്ടരെ എല്ലാം കൂടെ തടയുന്ന എളുപ്പമല്ല. അതിന് ഗാന്ധിജി മറ്റൊരു സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. ഇത്രയും തന്ത്രങ്ങൾ നിങ്ങൾ ഓർക്ക്. ഇത് പച്ച പരമാർത്ഥം ഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ ഇതൊന്നുമില്ല, ലാളിത്യം, വിനയം, അതൊന്നുമല്ല. കർക്കശക്കാരനും അതിഭയങ്കരനായ തന്ത്രമുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുമായിരുന്നു എന്ന് ശരിക്കും വായിക്കണം. ഞാൻ പറയുന്നത് ഗാന്ധി വായന ഒരിക്കലും, അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുണ്ട്. ഇത് വലിയ ഗർഭശ്രീമാനായിരുന്നു, അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്തുന്ന വായനയിലേക്ക് നിങ്ങൾ പോകരുത്. ഗാന്ധി വിമർശകരെ കൂടി വായിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പല ആംഗിളിൽ നിന്ന് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണ്. അതായത് കൃത്യമായി AICCയിൽ അദ്ദേഹം പറഞ്ഞ് 2000 വാര നൂൽ നിൽക്കാൻ അറിയുന്നവർക്ക് മതി അംഗത്വം. ആരോടാ പറയുന്നത്? യുൽസാ കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ സി മാമു അല്ലേ എന്നെ വിളിച്ചത്, അല്ലേ? അവിടെ സർദാർ പട്ടേലാണ്. സർദാർ പട്ടേൽ എന്ന് പറയുന്ന ആൾ ഗാന്ധിയെക്കാളും വലിയ നേതാവായിരുന്നു. ഗാന്ധി വന്നതിന് ശേഷം ലേശം ചെറുതായി പോയതാ. മനസ്സിലായില്ലേ? ഇന്തോ പാക് വിഭജനം നടക്കുന്നതിന് പോലും ആദ്യ കാരണം വരുന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ സ്വീകരണമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഗുജറാത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം ഏർപ്പെടുത്തുന്നു. സ്വീകരണത്തിലെ ഏറ്റവും പടുകൂറ്റൻ നേതാവാരാണ്? സർദാർ പട്ടേലാണ്. സർദാർ പട്ടേലാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. അവിടെ മറ്റൊരു നേതാവുണ്ട്, ഇന്ത്യയെക്കാളും വളർന്നു നിൽക്കുന്ന ഒരു നേതാവ്, പാകിസ്ഥാൻ്റെ ആദ്യത്തെ രാഷ്ട്രപിതാവ്, ആദ്യത്തെ പ്രസിഡന്റ്, രാഷ്ട്രപിതാവ്. മനസ്സിലായില്ലേ? അദ്ദേഹം ഇംഗ്ലീഷ് പ്രസംഗിച്ചു. ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ. ഗാന്ധിജി പറഞ്ഞു, നമ്മുടെ ശത്രുവിൻ്റെ ഭാഷ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അത്
ആ പറഞ്ഞ വലിയ മനുഷ്യൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്തു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു വർത്തമാനം പറഞ്ഞാൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരാളെയും വ്യക്തിപരമായി മുറിവേൽപ്പിക്കരുത്. മുറിവേൽപ്പിച്ചാൽ മുറിയുന്നത് അയാളുടെ ഹൃദയം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒരു രാജ്യം തന്നെയായിരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും. വ്രണപ്പെട്ട ആ മനുഷ്യന് പിന്നീട് ഗാന്ധിയോട് അടുക്കാൻ പറ്റിയില്ല. ഗാന്ധിയെ അത്രത്തോളം അദ്ദേഹം സ്നേഹിച്ചിരുന്നു, വലിയ അഭിഭാഷകനായിരുന്നു. ഓർമ്മിക്കണം അത് ഉണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയും ഗാന്ധിജി, ഇവിടെ നിങ്ങൾ സജിയൊക്കെ അവിടെ പിന്നെ ക്യാമ്പ് നടത്തിയില്ലേ? ഗാന്ധിജി ശ്രീനാരായണ ഗുരുസ്വാമിയെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ്? ഗാന്ധിജി എല്ലാ സ്ഥലത്തും പോയി. ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് നമ്മൾ പറയുന്ന സ്ഥലം അന്ന് സംസ്ഥാനമൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടി വിവിധ ഭാഷാ പ്രദേശങ്ങളിലൂടെ പോയി പെരിയാർ രാമസ്വാമി നായ്ക്കരെ കണ്ടപ്പോൾ അങ്ങുള്ളപ്പോൾ ഞാൻ എന്തിനിവിടെ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയൊരു സ്വാഗത പ്രസംഗത്തിൻ്റെ ഈടുണ്ട് ആ ഒറ്റ പറച്ചിലിന്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു പോയത് അറിയാതെയെങ്കിൽ അറിയാതെ ഇംഗ്ലീഷ് അറിയില്ല അല്ലേ എന്നാണ്. ഗുരുസ്വാമിയുടെ മറുപടി എന്താണെന്നറിയോ? യുക്തിയിൽ, മറുപടിയിൽ തെറിക്കുത്തരം മുറിപ്പത്തല എന്നുള്ളതാണ് ആളുടെ ലക്ഷണം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്താണെന്നറിയോ? സംസ്കൃതം അറിയില്ല അല്ലേ എന്നാണ്. നോക്കണം, നമ്മളിപ്പോൾ ഗാന്ധിയിൽ നിന്ന് എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ പിഴവുകളിൽ നിന്നും നമുക്ക് പഠിക്കാം, അദ്ദേഹത്തിൻ്റെ പിഴവുകളിൽ നിന്നും പഠിക്കാം. ഇന്ന് പഠിക്കാമെന്ന് വെച്ചാൽ നമ്മളിത് പഠിച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ പ്രയോഗിക്കുന്നിടത്ത് ഇത് കൃത്യം വരണമെന്നില്ല, പിഴവുകൾ തന്നെ വരാം. അത് പിന്നെ നമ്മുടെ വിധിയിൽ നിന്ന് കൂട്ടിയാൽ മതി. ഇതാണ് സർദാർ പട്ടേലിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായത്. അവിടെ സർദാർ പട്ടേൽ കൊടുത്ത സ്വീകരണമാണ് ഗാന്ധിജിയാക്കി മാറ്റുന്നതും ഒടുവിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിരിക്കുന്നതും ട്രെയിനുകളിലൂടെ. 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം, അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പക്ഷേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, റെയിൽ ഈ രാജ്യത്തിൻ്റെ സ്വാഭാവിക ഭംഗിയെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. ഓർക്കണം, റെയിൽ ഉപയോഗിച്ച് സമരം നടത്തിയ ആളാണ് പറയുന്നത് സ്വാഭാവിക ഭംഗി ഇല്ലാതാക്കും. രണ്ടും കൂടെ പറയരുത് മാഷേ, നമ്മളാണെങ്കിൽ പറയും അല്ലേ, അങ്ങനെ പറയും. രണ്ടാമത് വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ പങ്കൊന്നുമില്ല, അവർ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയും. വലിയ ജനവിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്. ഇന്നാണ് പറഞ്ഞതേ ഓർമ്മയുണ്ടാവുള്ളൂ, പെണ്ണുങ്ങളെല്ലാം കൂടി നമ്മളെ പുറം കടപ്പുറമാക്കി തരും. ശരിയല്ലേ? മനുഷ്യാവകാശ ലംഘനമാണ്, നമുക്കെന്ത് പറ്റുന്നു എന്നുള്ളത് വിട്. ഗാന്ധിജി അങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ, നിങ്ങൾക്കറിയാമല്ലോ ആ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നില്ല, 40,000 പട്ടാളക്കാർ അവരുടെ സമസ്ത ആയുധങ്ങളും കൂടി ഇന്നത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിൽ ശ്രമിച്ചിട്ട് സമാധാനം കൈവരിക്കാത്ത ഒരു നിലയുള്ളപ്പോൾ നേരെ മറിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ഉണങ്ങിയ ഒരു മുളന്തണ്ടും കുറച്ച് പെൺകുട്ടികളുമായിട്ടാണ് അദ്ദേഹം അവിടെ സമാധാനം ഉണ്ടാക്കിയത്. മുസ്ലിം വീടുകൾ മുസ്ലിമുകൾ തകർത്തു, മുസ്ലിമുകളുടെ വീടുകൾ ഹിന്ദു ഭൂരിപക്ഷം തകർത്തു. റോഡിലാണ്, ആളുകൾ പറമ്പിലാണ് കിടക്കുന്നത്. അവിടെ ഗാന്ധിജി മുസ്ലിമുകളെ വിളിച്ച് ഹിന്ദുക്കൾക്ക് വീട് പണിതു, മറ്റേ കൂട്ടർ വേണ്ട, മുസ്ലിമുകൾ വേണം എന്ത് ചെയ്യാൻ, ഹിന്ദുക്കൾക്ക് വീട് പണിത് കൊടുക്കാൻ. ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മുസ്ലിമുകൾക്ക് വീട്, അപ്പോൾ പറഞ്ഞു ആ വീട് ഞങ്ങളല്ല തകർത്തത്, അത് ആര് തകർത്തു എന്നതല്ല, ഞാൻ തകർത്തു എന്ന് കരുതിയാൽ മതി, വരുമെന്ന് പറഞ്ഞു. രസകരമാണ് ആ പോക്ക്. ഗാന്ധിജിക്ക് ഈ ഒറ്റത്തടി പാലത്തിലൂടെ നടക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കേരളം പോലെയാണ് ആ സ്ഥലം അത്രയും. നവഖാലി ഓർമ്മിക്കണം, ഗാന്ധിജി ചെന്ന് കയറുമ്പോൾ തലേന്ന് വിസർജിച്ച് വെച്ചിരുന്ന മലം ഇലയിൽ കോട്ടി നിൽക്കുകയാണ് കുട്ടികൾ ഗാന്ധിജിയുടെ മുഖത്തെറിയാൻ വേണ്ടി. മലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മനുഷ്യനെ ദേശീയ സ്വാതന്ത്ര്യം ലഭിച്ച സന്ദർഭത്തിൽ ഇന്ത്യൻ ജനതയുടെ ഒരു തുണ്ട് വരവേറ്റത്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണെന്നല്ലേ പറയുന്നത്, ഒരു തുണ്ട് വരവേറ്റത്. അതിനെ പരിഹരിക്കുക മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇന്ന് എന്തെങ്കിലും തർക്കം നമുക്കുണ്ടോ? ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അഭയം കൊടുത്ത ഒന്നിലേറെ തവണ അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, ഒരു തോക്ക് ശത്രുവിനെതിരെയും ഒരു തോക്ക് സ്വന്തം നേതൃത്വത്തിനെതിരെയും ഉയർത്തിയ ദേശീയ സ്വാതന്ത്ര്യ സമരമായിരുന്നു ബംഗ്ലാദേശികളുടേത്. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരത്തിൽ നമ്മൾ ഒന്നിച്ച് സമരം ചെയ്തവരല്ലേ? അതെ. ഇനി നിങ്ങളുടെ നേതൃത്വത്തിനെതിരെയുള്ള സമരത്തിൽ ഞങ്ങളുണ്ടൊപ്പം എന്ന് പറഞ്ഞതാണ് ഇന്ത്യ എന്ന് പറയുന്ന സൗഹൃദ രാജ്യം. അത് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ
ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം. അവിടെ എന്തെങ്കിലും ആഭ്യന്തര കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പമൊക്കെ അവർ പരിഹരിച്ചോളും. അതുകൊണ്ട് നിങ്ങളാരും ധരിക്കരുത് ബംഗ്ലാദേശികളെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാവപ്പെട്ട രാമനെ പിടിച്ച് അടിച്ച് ചെരിപ്പെടുത്തി കൊന്ന് കലി തീർത്ത് കളഞ്ഞു. അയാളുടെ പേര് രാമൻ എന്നായത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഓർക്കണം, ബംഗ്ലാദേശിയാന്ന് പറഞ്ഞിട്ട് കൊല്ലുക. ഞാൻ ബംഗ്ലാദേശിൽ ഇന്ത്യക്കാരനായിട്ട് പോയതാണ്. ഇതുവല്ലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, വിസ എടുത്തിട്ട് പോയതാണ്. ഇതറിഞ്ഞിട്ട് അവരെന്നെ തിരിച്ചു വിടുമോ? ബംഗ്ലാദേശിലുള്ള സ്ഥിതി ഇതാണെങ്കിൽ ആയിക്കോട്ടെ, വന്നു കയറുതാവാം, നുഴഞ്ഞു കയറുതാവാം, ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിലോ കൊല്ലാൻ പാടുണ്ടോ? ഇവിടുന്ന് ഒരു എഴുത്തുകാരൻ, പശ്ചിം ദിഗന്തേ പ്രദോഷ്കാലെ എന്ന പുസ്തകം പ്രസിദ്ധമാണ്. അത് എഴുതിയ ആളുടെ പേര് വിക്രമൻ നായർ എന്നാണ്. മലയാളിയാണ്. അയാൾക്ക് മലയാളം അറിയില്ലായിരുന്നു. അയാൾക്കറിയാവുന്ന ഭാഷ ബംഗാളിയാണ്. അയാൾ നീന്തി ബംഗ്ലാദേശിലെത്തി. ഒരു പുഴയാണ് വേർതിരിച്ചത്. അവിടെ ചെന്നാൽ കൊല്ലുവയ്യ. തിരിച്ചയാൾ നീന്തി തനിക്ക് നീന്താൻ അറിയുമോ എന്ന് പരിശോധിച്ചതാണ്. മനസ്സിലായില്ലേ? നീന്തി പഠിച്ച ഒരു മനുഷ്യനുണ്ട്. നീന്തി തൻ്റെ നിയോജക മണ്ഡലത്തിലൂടെ പുഴകളെ അറിഞ്ഞൊരു മനുഷ്യനുണ്ട്. നെട്ടൂർ പി ദാമോദരൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നെട്ടൂർ ഇരിട്ടി പുഴ ക്രോസ് ചെയ്തത് അദ്ദേഹം ആ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കണം, ആഴമറിയണമെന്നാണ്. ഒരു കാലമാണ് കേട്ടോ, ഒരു കാലത്തിൻ്റെ ഉൽപ്പന്നമാണ്. നമുക്ക് ഇന്നിരുന്ന് ചിന്തിക്കാനോ വിഭാവനം ചെയ്യാനോ കഴിയുന്ന മനുഷ്യരല്ല, കാലമല്ല, നേതൃത്വമല്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ചരിത്രം എന്തിനാണ്? നമ്മുടെ ചവിട്ടടികൾ ചരിത്രം നിലവിളിക്കുന്നുണ്ട്. അനുഭവങ്ങളെ അതിൽ നിന്നും ഊർജ്ജമായി സ്വീകരിക്കുകയും പുതിയ കാലങ്ങളിലെ വെല്ലുവിളികളെ നേരിടാൻ ഉപകരിക്കുകയും ഉപയുക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ചരിത്രം വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ചരിത്രം എന്നത് മൃതമായ ഒരു ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് കരുതി തള്ളാമായിരുന്നു. നിങ്ങൾക്ക് AI വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി ചരിത്രം വേണ്ട എന്ന ധാരണ വല്ലതുണ്ടെങ്കിൽ AI എന്ന് പറയുന്ന ഒരു സാധനമായി നമ്മുടെ തലച്ചോറിനെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് കൂടിപ്പോണ്ട. ഗാന്ധിജി കുറച്ച് പത്രങ്ങളൊക്കെ 4 പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അറിയാമല്ലോ നിങ്ങൾക്ക്. പത്രം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇതൊരു ക്വിസ് മത്സരവുമല്ല. ഈ പത്രം ഇത്രയും ഇറക്കുന്നുണ്ടെങ്കിലും ഗാന്ധിജി പത്രം വായിക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയോ? പത്രം വായിക്കില്ലായിരുന്നു. ഗാന്ധിജിയോട് പത്രം എന്താ വായിക്കാത്തതെന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് തമാശ. അതിന് തമാശയല്ല, ഗൗരവമുള്ളൊരു തമാശയാണ്. വേസ്റ്റ് ഓഫ് ടൈം. എന്താണത്? ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തോന്നിയിട്ടില്ലേ? നേരം നഷ്ടപ്പെടുന്ന പണിയാണിത്. ഗാന്ധിജി എന്താ ചെയ്യുക? നടക്കുമ്പോൾ കൂടെ നടക്കുന്ന ആളോട്, അത് മഹാദേവ് ദേശായി ആകാം, പ്യാരലാലാവാം, മനു ആകാം, ആഭയാവാം, അല്ലെങ്കിൽ വെങ്കിട്ട കല്യാണം, കല്യാണമാകാം, ചോദിക്കും, നിങ്ങളെന്താ മനോരമ കണ്ടത്? പറ, നിങ്ങളെന്താണ് മാതൃഭൂമി കണ്ടത്? അതേ കാര്യത്തെക്കുറിച്ച്. മനസ്സിലായിട്ടില്ലേ? അതേ കാര്യത്തെക്കുറിച്ച് മാതൃഭൂമിയിൽ എങ്ങനെയാണ് വന്നത്? അതേ കാര്യം ദേശാഭിമാനി എങ്ങനെയാണ് എഴുതിയത്? ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന വിവരമാണ് അദ്ദേഹത്തിൻ്റെ വിവരം. അതുകൊണ്ട് നിങ്ങൾ വായിച്ചവരോട് വായിച്ചാൽ മതി, വേറെ നേരിട്ടൊരു വായന വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? പക്ഷേ അദ്ദേഹം എഡിറ്ററായിരുന്നു. അദ്ദേഹം എഴുതിയത് മുഴുവൻ വായിച്ച് ആരെങ്കിലും ഒരു മനുഷ്യനുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം എഴുതിയത് അത്രയും കണ്ണൂരിൽ വന്നാൽ കാണാം, അവിടെ ഇരിപ്പുണ്ട്, കമ്പയർ ചെയ്തിരിപ്പുണ്ട്. അത് വായിക്കുന്ന കാര്യത്തിൽ ഞാനൊരു ശ്രമം നടത്തി നോക്കി, എവിടെ എത്തിയില്ല. കേരളത്തിലൊരു മനുഷ്യനത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചു. CPIയുടെ നേതാവായിരുന്ന പവനനെ അറിയോ? ഏതാണ്ടൊരു സമരം പോലെ അദ്ദേഹം വായിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നിലവിലില്ല ആൾ, പക്ഷെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുകയല്ല ചെയ്തത് ഗാന്ധിജി. യേശുക്രിസ്തു ഒരു വരി എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടതും വായിക്കപ്പെട്ടിട്ടുള്ളതും. ബൈബിൾ അദ്ദേഹത്തിൻ്റെ ആണെന്നാണ്. ഗാന്ധിജി പറഞ്ഞതുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. കത്തിന് മറുപടി പലപ്പോഴും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരിക്കൽ മണ്ണ് പുരണ്ട ശരീരം, അറിയാമല്ലോ, പ്രകൃതി ചികിത്സയാണല്ലോ, ഇങ്ങനെ കിടക്കുന്ന പണിയാണ്. ആളുകൾ മണ്ണ് പുരട്ടി കൊടുക്കും. ആ സമയത്ത് അദ്ദേഹം ഒരു പത്രം വായിച്ചു. മണ്ണ് പുരട്ടിയത് മുഴുവൻ അനുവദിച്ചില്ല. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എല്ലാം നിർത്തിക്കോ, നമ്മളൊരു സമരത്തിന് പുറപ്പെടുകയാണ്. അതാണ് ഉപ്പു സത്യാഗ്രഹം അഥവാ ഡാൻഡി മാർച്ച് എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഞാൻ അതുകൂടി മാത്രമേ പറയുന്നുള്ളൂ. പറയണമെങ്കിൽ പലതുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല സ്ഥലമാണ്, പറയാൻ പറ്റിയ സ്ഥലമാണ്. കേട്ടിരിക്കുന്ന ആൾക്ക് അത് വേണമെന്നും തോന്നുന്നുണ്ട്. അതും എനിക്കറിയാം. പക്ഷേ മറ്റൊരു സന്ദർഭത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ, നിർത്തിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് പറയാം. ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? ഉപ്പിനെ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. വർദ്ധിപ്പിച്ചതല്ല, ഏർപ്പെടുത്തിയിരിക്കുന്നു. ഉപ്പിനെ ഏർപ്പെടുത്താൻ പാടില്ല. ഗാന്ധിജി ഇപ്പോൾ എല്ലാറ്റിനും ഉണ്ട്. നമ്മളാരും ദണ്ഡി മാർച്ച് നടത്തുന്നുമില്ല.
അതവിടെ നിൽക്കട്ടെ. അതിലൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ നിങ്ങൾക്ക്? പഞ്ചസാരയ്ക്ക്, പഞ്ചാര എന്നാണ് പറയേണ്ടത്, ഞാൻ പിന്നെ അത് പറഞ്ഞാൽ വേറെ വല്ലതും ധരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ശരിയായ പദം അതാണ്. പഞ്ചസാരയ്ക്ക് നികുതി വർദ്ധിപ്പിച്ച ഗാന്ധിജി ആ വിഷയം ഏറ്റെടുക്കില്ല. എന്തുകൊണ്ട് ഉപ്പ് എന്ന ചോദ്യം ചോദിക്കണം നമ്മൾ. ഇന്ത്യയിലെ ജനസാമാന്യത്തിന് ഉപ്പില്ലാതെ പറ്റില്ല. രണ്ടാമതോ, ഇന്ത്യയിലെ ജനസാമാന്യത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ശേഖരിക്കുകയും മാത്രമല്ല, 1921 AICC നടക്കുന്ന അഹമ്മദാബാദിലാണ്. 1921 എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൽ മലബാറിൽ 1921 പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയണോ? വേണ്ടല്ലോ. 1921 AICC-ൽ ഗാന്ധി ഒരു ശാഠ്യം പിടിച്ചു. എന്താണ്? ചെറുപ്പക്കാരും അല്ലാതെ കോൺഗ്രസ്സിലേക്ക് വരുന്നു. അങ്ങനെ വന്നുകൂടാ. മനസ്സിലായില്ലേ? മെമ്പർഷിപ്പ് പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യാണ്. ആളധികം വേണ്ട ഇതിനകത്തുനിന്ന്. മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്ത മട്ടിലാണുള്ളത്. ആരും പണവുമായി വരണ്ട. എന്താ കാരണം? ജാലിയൻ വാലാബാഗ് കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യൻ യുവതയുടെ പൊട്ടിയൊഴുകുന്ന രോഷത്തിൻ്റെ അഗ്നിയിൽ കോൺഗ്രസ് പോലും വെന്തുപോകുമെന്ന് ഗാന്ധി ഭയപ്പെട്ടു. അത്ര രോഷമാണ്. അത്രയ്ക്ക് കാറ്റ് വേണ്ടാന്ന ശ്രീനിവാസൻ്റെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതാ ഗാന്ധിജി എടുത്തത്. എന്താ കാരണം? ഈ ആളുകൾ ഈ കാലണയായിട്ട് ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇക്കൂട്ടരെ എല്ലാം കൂടെ തടയുന്ന എളുപ്പമല്ല. അതിന് ഗാന്ധിജി മറ്റൊരു സ്ട്രാറ്റജിസ്റ്റായിരുന്നു. ഇത്രയും തന്ത്രങ്ങൾ നിങ്ങൾ ഓർക്ക്. ഇത് ഏതാണ്ട് പച്ച പരമാർത്ഥം. ഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ ഇതൊന്നും ഇല്ല, ലാളിത്യം വിനയം അതൊന്നുമല്ല. കർക്കശക്കാരനും അതിഭയങ്കരനായ തന്ത്രമുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുമായിരുന്നു എന്ന് ശരിക്കും വായിക്കണം. ഞാൻ പറയുന്നത് ഗാന്ധി വായന ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുണ്ട്. ഇത് വലിയ ഗർഭശ്രീമാനായിരുന്നു, അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുകഴ്ത്തുന്ന വായനയിലേക്ക് നിങ്ങൾ പോകരുത്. ഗാന്ധി വിമർശകരെ കൂടി വായിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പല ആംഗിളിൽ നിന്ന് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണ്. അതായത് കൃത്യമായി AICC-ൽ അദ്ദേഹം പറഞ്ഞ് 2000 വാര നൂൽ നിൽക്കാൻ അറിയുന്നവർക്ക് മതി അംഗത്വം. ആരോടാ പറയുന്നത്? ഉത്സാഹ കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ മാമു അല്ലേ എന്നെ വിളിച്ചത് അല്ലേ? അവിടെ സർദാർ പട്ടേലാണ്. സർദാർ പട്ടേൽ എന്ന് പറയുന്ന ആൾ ഗാന്ധിയെക്കാളും വലിയ നേതാവായിരുന്നു. ഗാന്ധി വന്നതിന് ശേഷം ലേശം ചെറുതായി പോയതാ. മനസ്സിലായില്ലേ? ഇന്തോ പാക് വിഭജനം നടക്കുന്നതിന് പോലും ആദ്യ കാരണം വരുന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ സ്വീകരണം. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഗുജറാത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം ഏർപ്പെടുത്തുന്നു. സ്വീകരണത്തിൽ ഏറ്റവും പടുകൂറ്റൻ നേതാവാരാണ്? സർദാർ പട്ടേലാണ്. സർദാർ പട്ടേലാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. അവിടെ മറ്റൊരു നേതാവുണ്ട്, ഇന്ത്യയെക്കാളും വളർന്നു നിൽക്കുന്ന ഒരു നേതാവ്, പാകിസ്ഥാൻ്റെ ആദ്യത്തെ രാഷ്ട്രപിതാവ്, ആദ്യത്തെ പ്രസിഡന്റ്, രാഷ്ട്രപിതാവ്. മനസ്സിലായില്ലേ? അദ്ദേഹം ഇംഗ്ലീഷ് പ്രസംഗിച്ചു. ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ. ഗാന്ധിജി പറഞ്ഞു, നമ്മുടെ ശത്രുവിൻ്റെ ഭാഷ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് ആ പറഞ്ഞ വലിയ മനുഷ്യൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്തു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു വർത്തമാനം പറഞ്ഞാൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരാളെയും വ്യക്തിപരമായി മുറിവേൽപ്പിക്കരുത്. മുറിവേൽപ്പിച്ചാൽ മുറിയുന്നത് അയാളുടെ ഹൃദയം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒരു രാജ്യം തന്നെയായിരിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും. വ്രണപ്പെട്ട ആ മനുഷ്യന് പിന്നീട് ഗാന്ധിയോട് അടുക്കാൻ പറ്റിയില്ല. ഗാന്ധിയെ അത്രത്തോളം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. വലിയ അഭിഭാഷകനായിരുന്നു. ഓർമ്മിക്കണം അത് ഉണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയും ഗാന്ധിജി, ഇവിടെ നിങ്ങൾ സജിയൊക്കെ അവിടെ പിന്നെ ക്യാമ്പ് നടത്തിയില്ലേ? ഗാന്ധിജി ശ്രീനാരായണ ഗുരുസ്വാമിയെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ്? ഗാന്ധിജി എല്ലാ സ്ഥലത്തും പോയി. ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് നമ്മൾ പറയുന്ന സ്ഥലം അന്ന് സംസ്ഥാനമൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടി വിവിധ ഭാഷാ പ്രദേശങ്ങളിലൂടെ പോയി പെരിയാർ രാമസ്വാമി നായ്ക്കരെ കണ്ടപ്പോൾ അങ്ങുള്ളപ്പോൾ ഞാൻ എന്തിനിവിടെ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയൊരു സ്വാഗത പ്രസംഗത്തിൻ്റെ ഈടുണ്ട് ഒറ്റപ്പറച്ചിലിന്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു പോയത് അറിയാതെയെങ്കിൽ അറിയാതെ ഇംഗ്ലീഷ് അറിയില്ല അല്ലേ എന്നാണ്. ഗുരുസ്വാമിയുടെ മറുപടി എന്താണെന്നറിയോ? യുക്തിയിൽ മറുപടിയിൽ തെറിക്കുത്തരം മുറിപ്പത്തല എന്നുള്ളതാണ് ആളുടെ ലക്ഷണം. അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? സംസ്കൃതം അറിയില്ല അല്ലേ എന്നാണ്. നോക്കണം, നമ്മളിപ്പോൾ ഗാന്ധിയിൽ നിന്ന് എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ പിഴവുകളിൽ നിന്നും നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ പിഴവുകളിൽ നിന്നും പഠിക്കാം. പഠിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ പ്രയോഗിക്കുന്നിടത്ത് ഇത് കൃത്യം വരണമെന്നില്ല. പിഴവുകൾ തന്നെ വരാം.
അത് പിന്നെ നമ്മുടെ വിധി എന്ന് കൂട്ടിയാൽ മതി. ഇതാണ് സർദാർ പട്ടേലിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായത്. അവിടെ സർദാർ പട്ടേൽ കൊടുത്ത സ്വീകരണമാണ് ഗാന്ധിജിയാക്കി മാറ്റുന്നതും ഒടുവിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിരിക്കുന്നതും ട്രെയിനുകളിലൂടെ. 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം, അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പക്ഷേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, റെയിൽ ഈ രാജ്യത്തിൻ്റെ സ്വാഭാവിക ഭംഗിയെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. ഓർക്കണം, റെയിൽ ഉപയോഗിച്ച് സമരം നടത്തിയ ആളാണ് പറയുന്നത് സ്വാഭാവിക ഭംഗി ഇല്ലാതാക്കും. രണ്ടും കൂടെ പറയരുത് മാഷേ, നമ്മളാണെങ്കിൽ പറയൂല്ലേ, അങ്ങനെ പറയും. രണ്ടാമത് വേറെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ പങ്കൊന്നുമില്ല, അവർ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയും. വലിയ ജനവിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്. ഇന്നാണ് പറഞ്ഞതേ ഓർമ്മയുണ്ടാവുള്ളൂ, പെണ്ണുങ്ങളെല്ലാം കൂടി നമ്മളെ പുറം കടപ്പുറമാക്കി തരും. ശരിയല്ലേ? മനുഷ്യാവകാശ ലംഘനമാണ്, നമുക്കെന്ത് പറ്റുന്നു എന്നുള്ളത് വിട്. ഗാന്ധിജി അങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ, നിങ്ങൾക്കറിയാമല്ലോ ആ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നില്ല, 40,000 പട്ടാളക്കാരും അവരുടെ സമസ്ത ആയുധങ്ങളും കൂടി ഇന്നത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, അന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിൽ ശ്രമിച്ചിട്ട് സമാധാനം കൈവരിക്കാത്ത ഒരു നിലയുള്ളപ്പോൾ നേരെ മറിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ഉണങ്ങിയ ഒരു മുളന്തണ്ടും കുറച്ച് പെൺകുട്ടികളുമായിട്ടാണ് അദ്ദേഹം അവിടെ സമാധാനം ഉണ്ടാക്കിയത്. മുസ്ലിം വീടുകൾ മുസ്ലിമുകൾ തകർത്തു. മുസ്ലിമുകളുടെ വീടുകൾ ഹിന്ദു ഭൂരിപക്ഷം തകർത്തു. റോഡിലാണ്, ആളുകൾ പറമ്പിലാണ് കിടക്കുന്നത്. അവിടെ ഗാന്ധിജി മുസ്ലിമുകളെ വിളിച്ച് ഹിന്ദുക്കൾക്ക് വീട് പണിതു. മറ്റേ കൂട്ടർ വേണ്ട, മുസ്ലിമുകൾ വേണം എന്ത് ചെയ്യാൻ, ഹിന്ദുക്കൾക്ക് വീട് പണിത് കൊടുക്കാൻ. ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമുകൾക്ക് വീട്. അപ്പോൾ പറഞ്ഞു, ആ വീട് ഞങ്ങളല്ല തകർത്തത്, അത് ആര് തകർത്തു എന്നതല്ല, ഞാൻ തകർത്തു എന്ന് കരുതിയാൽ മതി, വരുമെന്ന് പറഞ്ഞു. രസകരമാണ് ആ പോക്ക്. ഗാന്ധിജിക്ക് ഈ ഒറ്റത്തടി പാലത്തിലൂടെ നടക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കേരളം പോലെയാണ് ആ സ്ഥലം അത്രയും. നവഖാലി ഓർമ്മിക്കണം, ഗാന്ധിജി ചെന്ന് കയറുമ്പോൾ തലേന്ന് വിസർജിച്ച് വെച്ചിരുന്ന മലം ഇലയിൽ കോട്ടി നിൽക്കുകയാണ് കുട്ടികൾ ഗാന്ധിജിയുടെ മുഖത്തെറിയാൻ വേണ്ടി. മലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മനുഷ്യനെ ദേശീയ സ്വാതന്ത്ര്യം ലഭിച്ച സന്ദർഭത്തിൽ ഇന്ത്യൻ ജനതയുടെ ഒരു തുണ്ട് വരവേറ്റത്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണെന്നല്ലേ മതി, ഒരു തുണ്ട് വരവേറ്റത്. അതിനെ പരിഹരിക്കുക മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇന്ന് എന്തെങ്കിലും തർക്കം നമുക്കുണ്ടോ? ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അഭയം കൊടുത്ത, ഒന്നിലേറെ തവണ അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, ഒരു തോക്ക് ശത്രുവിനെതിരെയും ഒരു തോക്ക് സ്വന്തം നേതൃത്വത്തിനെതിരെയും ഉയർത്തിയ ദേശീയ സ്വാതന്ത്ര്യ സമരമായിരുന്നു ബംഗ്ലാദേശികളുടേത്. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരത്തിൽ നമ്മൾ ഒന്നിച്ച് സമരം ചെയ്തവരല്ലേ? അതെ. ഇനി നിങ്ങളുടെ നേതൃത്വത്തിനെതിരെയുള്ള സമരത്തിൽ ഞങ്ങളുണ്ടൊപ്പം എന്ന് പറഞ്ഞതാണ് ഇന്ത്യ എന്ന് പറയുന്ന സൗഹൃദ രാജ്യം. അത് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം. അവിടെ എന്തെങ്കിലും ആഭ്യന്തര കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പമൊക്കെ അവർ പരിഹരിച്ചോളും. അതുകൊണ്ട് നിങ്ങളാരും ധരിക്കരുത് ബംഗ്ലാദേശികളെല്ലാം മഹാമോശക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാവപ്പെട്ട രാമനെ പിടിച്ച് അടിച്ച് ചെരിപ്പെടുത്തി കൊന്ന് കലി തീർത്ത് കളഞ്ഞു. അയാളുടെ പേര് രാമൻ എന്നായത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഓർക്കണം, ബംഗ്ലാദേശിയാന്ന് പറഞ്ഞിട്ട് കൊല്ലുക. ഞാൻ ബംഗ്ലാദേശിൽ ഇന്ത്യക്കാരനായിട്ട് പോയതാണ്. ഇതുവല്ലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ എടുത്തിട്ട് പോയതാണ്. ഇതറിഞ്ഞിട്ട് അവരെന്നെ തിരിച്ചു വിടുവോ? ബംഗ്ലാദേശിലുള്ള സ്ഥിതി ഇതാണെങ്കിൽ ആയിക്കോട്ടെ, വന്നു കരുതാവാം, നുഴഞ്ഞു കരുതാവാം, ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിലോ കൊല്ലാൻ പാടുണ്ടോ? ഇവിടുന്ന് ഒരു എഴുത്തുകാരൻ, പശ്ചിം ദിഗന്തേ പ്രദോഷ് കാലെ എന്ന പുസ്തകം പ്രസിദ്ധമാണ്. അത് എഴുതിയ ആളുടെ പേര് വിക്രമൻ നായർ എന്നാണ്. മലയാളിയാണ്. അയാൾക്ക് മലയാളം അറിയില്ലായിരുന്നു. അയാൾക്കറിയാവുന്ന ഭാഷ ബംഗാളിയാണ്. അയാൾ നീന്തി ബംഗ്ലാദേശിലെത്തി. ഒരു പുഴയാണ് വേർതിരിച്ചത്. അവിടെ ചെന്നാൽ കൊല്ലുവയ്യ. തിരിച്ചയാൾ നീന്തി, തനിക്ക് നീന്താൻ അറിയുമോ എന്ന് പരിശോധിച്ചതാണ്. മനസ്സിലായില്ലേ? നീന്തി പഠിച്ച ഒരു മനുഷ്യനുണ്ട്. നീന്തി തൻ്റെ നിയോജക മണ്ഡലത്തിലൂടെ പുഴകളെ അറിഞ്ഞൊരു മനുഷ്യനുണ്ട്. നെട്ടൂർ പി ദാമോദരൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നെട്ടൂർ ഇരിട്ടി പുഴ ക്രോസ് ചെയ്തത് അദ്ദേഹം ആ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കണം, ആഴമറിയണമെന്നാണ്. ഒരു കാലമാണ് കേട്ടോ, ഒരു കാലത്തിൻ്റെ ഉൽപ്പന്നമാണ്. നമുക്ക് ഇന്നിരുന്ന് ചിന്തിക്കാനോ വിഭാവനം ചെയ്യാനോ കഴിയുന്ന മനുഷ്യരല്ല, കാലമല്ല, നേതൃത്വമല്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ചരിത്രം എന്തിനാണ്? നമ്മുടെ ചവിട്ടടികളിൽ ചരിത്രം നിലവിളിക്കുന്നുണ്ട്.
അനുഭവങ്ങളെ അതിൽ നിന്നും ഊർജ്ജമായി സ്വീകരിക്കുകയും പുതിയ കാലങ്ങളിലെ വെല്ലുവിളികളെ നേരിടാൻ ഉപകരിക്കുകയും ഉപയുക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ചരിത്രം വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ചരിത്രം എന്നത് മൃതമായ ഒരു ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് കരുതി തള്ളാമായിരുന്നു. നിങ്ങൾക്ക് AI വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി ചരിത്രം വേണ്ട എന്ന ധാരണ വല്ലതുണ്ടെങ്കിൽ AI എന്ന് പറയുന്ന ഒരു സാധനമായി നമ്മുടെ തലച്ചോറിനെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് കൂടിപ്പോണ്ട. ഗാന്ധിജി കുറച്ച് പത്രങ്ങളൊക്കെ 4 പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അറിയാമല്ലോ നിങ്ങൾക്ക്. പത്രം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇതൊരു ക്വിസ് മത്സരവുമല്ല. ഈ പത്രം ഇത്രയും ഇറക്കുന്നുണ്ടെങ്കിലും ഗാന്ധിജി പത്രം വായിക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയോ? പത്രം വായിക്കില്ലായിരുന്നു. ഗാന്ധിജിയോട് പത്രം എന്താ വായിക്കാത്തതെന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് തമാശ. അതിന് തമാശയല്ല, ഗൗരവമുള്ളൊരു തമാശയാണ്. വേസ്റ്റ് ഓഫ് ടൈം. എന്താണത്? ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തോന്നൽ തോന്നിയിട്ടില്ലേ? നേരം നഷ്ടപ്പെടുന്ന പണിയാണിത്. ഗാന്ധിജി എന്താ ചെയ്യുക? നടക്കുമ്പോൾ കൂടെ നടക്കുന്ന ആളോട്, അത് മഹാദേവ് ദേശായി ആകാം, പ്യാരലാൽ ആവാം, മനു ആകാം, ആഭയാവാം, അല്ലെങ്കിൽ വെങ്കിട്ട കല്യാണം, കല്യാണമാകാം, ചോദിക്കും, നിങ്ങളെന്താ മനോരമ കണ്ടത്? പറ, നിങ്ങളെന്താണ് മാതൃഭൂമി കണ്ടത്? അതേ കാര്യത്തെക്കുറിച്ച്. മനസ്സിലായിട്ടില്ലേ? അതേ കാര്യത്തെക്കുറിച്ച് മാതൃഭൂമിയിൽ എങ്ങനെയാണ് വന്നത്? അതേ കാര്യം ദേശാഭിമാനി എങ്ങനെയാണ് എഴുതിയത്? ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന വിവരമാണ് അദ്ദേഹത്തിൻ്റെ വിവരം. അതുകൊണ്ട് നിങ്ങൾ വായിച്ചവരോട് വായിച്ചാൽ മതി, വേറെ നേരിട്ടൊരു വായന വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? പക്ഷേ അദ്ദേഹം എഡിറ്ററായിരുന്നു. അദ്ദേഹം എഴുതിയത് മുഴുവൻ വായിച്ച് ആരെങ്കിലും ഒരു മനുഷ്യനുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം എഴുതിയത് അത്രയും കണ്ണൂരിൽ വന്നാൽ കാണാം, അവിടെ ഇരിപ്പുണ്ട്, കമ്പയർ ചെയ്തിരിപ്പുണ്ട്. അത് വായിക്കുന്ന കാര്യത്തിൽ ഞാനൊരു ശ്രമം നടത്തി നോക്കി, എവിടെ എത്തിയില്ല. കേരളത്തിലൊരു മനുഷ്യനത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചു. CPIയുടെ നേതാവായിരുന്ന പവനനെ അറിയോ? ഏതാണ്ടൊരു സമരം പോലെ അദ്ദേഹം വായിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നിലവിലില്ല ആൾ, പക്ഷെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുകയല്ല ചെയ്തത് ഗാന്ധിജി. യേശുക്രിസ്തു ഒരു വരി എഴുതിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടതും വായിക്കപ്പെട്ടിട്ടുള്ളതും. ബൈബിൾ അദ്ദേഹത്തിൻ്റെ ആണെന്നാണ്. ഗാന്ധിജി പറഞ്ഞതുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. കത്തിന് മറുപടി പലപ്പോഴും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരിക്കൽ മണ്ണ് പുരണ്ട ശരീരം, അറിയാമല്ലോ, പ്രകൃതി ചികിത്സയാണല്ലോ, ഇങ്ങനെ കിടക്കുന്ന പണിയാണ്. ആളുകൾ മണ്ണ് പുരട്ടി കൊടുക്കും. ആ സമയത്ത് അദ്ദേഹം ഒരു പത്രം വായിച്ചു. മണ്ണ് പുരട്ടിയത് മുഴുവൻ അനുവദിച്ചില്ല. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എല്ലാം നിർത്തിക്കോ, നമ്മളൊരു സമരത്തിന് പുറപ്പെടുകയാണ്. അതാണ് ഉപ്പു സത്യാഗ്രഹം അഥവാ ഡാൻഡി മാർച്ച് എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഞാൻ അതുകൂടി മാത്രമേ പറയുന്നുള്ളൂ. പറയണമെങ്കിൽ പലതുണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല സ്ഥലമാണ്, പറയാൻ പറ്റിയ സ്ഥലമാണ്. കേട്ടിരിക്കുന്ന ആൾക്ക് അത് വേണമെന്നും തോന്നുന്നുണ്ട്, അതും എനിക്കറിയാം. പക്ഷേ മറ്റൊരു സന്ദർഭത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ, നിർത്തിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് പറയാം. ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? ഉപ്പിന് നികുതി നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു, വർദ്ധിപ്പിച്ചതല്ല, ഏർപ്പെടുത്തിയിരിക്കുന്നു. ഉപ്പിന് ഏർപ്പെടുത്താൻ പാടില്ല. ഗാന്ധിജി ഇപ്പോൾ എല്ലാറ്റിനും ഉണ്ട്, നമ്മളാരും ദണ്ഡി മാർച്ച് നടത്തുന്നുമില്ല, അതവിടെ നിൽക്കട്ടെ. അതിലൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ നിങ്ങൾക്ക്? പഞ്ചസാരയ്ക്ക്, പഞ്ചാര എന്നാണ് പറയേണ്ടത്, ഞാൻ പിന്നെ അത് പറഞ്ഞാൽ വേറെ വല്ലതും ധരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ശരിയായ പദം അതാണ്. പഞ്ചസാരയ്ക്ക് നികുതി വർദ്ധിപ്പിച്ച ഗാന്ധിജി ആ വിഷയം ഏറ്റെടുക്കില്ല. എന്തുകൊണ്ട് ഉപ്പ് എന്ന ചോദ്യം ചോദിക്കണം നമ്മൾ. ഇന്ത്യയിലെ ജനസാമാന്യത്തിന് ഉപ്പില്ലാതെ പറ്റില്ല. രണ്ടാമതോ, ഇന്ത്യയിലെ ജനസാമാന്യത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ വരുമ്പോൾ അവിടെ കത്തുന്നൊരു ബൾബുണ്ട്, നിലവിളിക്കുന്ന കുതിരയുണ്ട്, അമ്മയുണ്ട്, നിരവധി ചിത്രങ്ങളുണ്ട്. അത് എല്ലാത്തിൻ്റെയും കൂടി സംയുക്തമാണ്, കൊളാഷാണ്. ഈ കൊളാഷ് കൊണ്ട് എന്താ മനസ്സിലാകുക? ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? മനസ്സിലാവാത്തതിൻ്റെ കാരണം ഒരാൾ അമ്പ ചെയ്ത് മറ്റേയാളെ വീഴ്ത്തുന്നതല്ല ഇത്. ഒരാളുടെ ഖഡ്ഗം കൊണ്ട് മറ്റൊരാളുടെ ശിരസർക്കുന്നതല്ല പണി. ഒരാൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒരു ജനതയ്ക്ക് നേരെ ബോംബ് വർഷിക്കുന്നതാണ് യുദ്ധം. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ ചിത്രം ഇങ്ങനെയാകും. അതാണ് സ്പെയിനിലെ ഗേണിക്ക എന്ന സ്ഥലത്ത് ഒരു ബോംബിട്ടിട്ട് പോകണം. കാരണം അവിടെ പ്രതിഷേധിക്കുന്ന തൊഴിലാളികളുണ്ട്. അതുകൊണ്ട് ആ തൊഴിലാളികളുടെ വംശമറ്റു പോകണം, നിങ്ങളൊരു ബോംബിട്ടിട്ട് പോകണം. എൻ്റെ അടുത്ത് ബോംബൊന്നുമില്ല എന്ന് പറയുന്ന ആളിൻ്റെ പേരാണ് എന്ത്? ജനറൽ ഫ്രാങ്കോ. ആരോടാ പറഞ്ഞത്? അഡോൾഫ് ഹിറ്റ്ലറിനോട്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഈ കൊള്ളാവുന്നൊരു ബോംബുണ്ട് എന്ന് ഇട്ടിട്ട് പോടൂ. എൻ്റെ രാജ്യത്തിൻ്റെ നെറുകയിൽ നിന്ന് പറയുന്ന പരമപാപ്പരത്വം ഒരു ഭരണാധികാരിക്കുണ്ടെങ്കിൽ അത് സർവ്വ പട്ടങ്ങളും കൊടുക്കേണ്ട ഒരാളാണ് ആര്? ജനറൽ ഫ്രാങ്കോ. ആ വീണ ബോംബ് കൊണ്ട് തകർന്ന ഇടത്തേക്ക് നോക്കി അദ്ദേഹം ചിത്രം വരച്ചു. ആ ചിത്രമാണ് ഗണ്ണിക്ക.
നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? എനിക്ക് ഈ യുദ്ധവും മനസ്സിലാകുന്നില്ല. അത് തന്നെ ഒരു ദിവസം ഈ യുദ്ധത്തിന് കോപ്പ് കൂട്ടിയ, നടപ്പിൽ വരുത്തിയ ജനറൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ ചിത്രം വരച്ചത് എന്ന്. അക്ഷോഭ്യനായി ചരിത്രത്തിലെ ഏറ്റവും കരുത്തുള്ള കലാകാരൻ്റെ ഇവിടെ കലാകാരന്മാരോട് ചോദിച്ചാൽ ഒരു നിഷ്പക്ഷതയും നിർഗുണത്വവും ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ? ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മണഗുണമെന്ന് മറുപടി പറയുന്ന ആളുകളില്ലേ? അതായിരുന്നില്ല. അയാൾ പറഞ്ഞു, ആരാണ് ഈ ചിത്രം വരച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നിങ്ങൾ എന്ന നെറ്റിക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ കാരണം? ആയുധങ്ങളുടെ സർവ്വ കലറയുള്ളിടത്തേക്ക് ഒരു ബ്രഷ് മാത്രം ആയുധമായിട്ടുള്ളവൻ പറയുക നിങ്ങൾ എന്നാണ്. എന്താ കാരണം? നിങ്ങളാണ് ഈ ചിത്രം വരച്ചത്. സാങ്കേതികമായി ഞാനായേക്കാം. ഈ ദുരിതപർവം മുഴുവനും ജനങ്ങൾക്ക് സമ്മാനിച്ചത് നിങ്ങളാണ്, ഞാനല്ല. അതുകൊണ്ട് ഞാനല്ല ഈ ചിത്രകാരൻ, നിങ്ങളാണ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ യുദ്ധം, മനുഷ്യക്കുരുതി, ആളെ കൊല്ലുക എന്ന് പറയുന്ന ഈ കലാപരിപാടി അവസാനിക്കണം. നിങ്ങൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ തൂക്കിലേറ്റും, വിചാരണ ചെയ്യും. ഒരു ഗ്രാമത്തിന് തീ വെച്ചാലോ ആരെയാണ് ശിക്ഷിക്കുക? ഒരു ദേശത്തെ ഇല്ലാതാക്കിയാലോ നിങ്ങൾ ആരെയാണ് ശിക്ഷിക്കാൻ പോകുന്നത്? ഇപ്പോൾ അതല്ലേ വെനിസ്വേലയിൽ നടക്കുന്നത്. ഒരു മനുഷ്യനെ ഇങ്ങനെ കയ്യിൽ യാമം വെച്ചിട്ട് പോവുകയാണ്, അയാളെന്തോ നേടിയെന്നോ അയാളെന്തോ ശിക്ഷിക്കുന്നു. ആരാണ് ഇയാൾ ശിക്ഷിക്കാൻ? ആരാണ് ഇയാൾ രക്ഷിക്കാൻ എന്ന് ചോദിക്കാൻ ഒരു ജനതയല്ല, ലോകമൊന്നാകെ വീട് വിട്ടിറങ്ങേണ്ടി വരും, തെരുവിലിറങ്ങേണ്ടി വരും, മുദ്രാവാക്യം മുഴക്കേണ്ടി വരും. ഈ മുദ്രാവാക്യം എന്താണ്? പട്ടിണി സമരം എന്താണ് സഹന സമരം, സത്യാഗ്രഹം എന്നൊക്കെ അറിയാത്തവരുടെ മുമ്പിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഗാന്ധി എന്തൊരു മണ്ടത്തരം ഇതെന്ന് ചോദിച്ച ചോദ്യം ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ബൈബിൾ വായിച്ച വെള്ളക്കാരനോട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ വായിച്ച ബൈബിളിൻ്റെ വായനയൊക്കെ തരക്കേടില്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ സഹോദരനോട് ക്ഷമിക്കുക എന്ന് നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എത്ര സഹോദരന്മാരോട് ക്ഷമിച്ചിട്ടുണ്ട്? അദ്ദേഹം ചോദിച്ചു. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈണത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ആൾ പങ്കുവെച്ചു എന്ന് ചോദിക്കുന്നു. ഉണ്ടാക്കുന്നതല്ല മക്കളെ പ്രധാനം, പങ്കുവെക്കുന്നതാണ് പ്രധാനമെന്നതാണ് ഗാന്ധിജിയുടെ എക്കണോമിക്സ്, സമ്പത്ത് ശാസ്ത്രം. ഉണ്ടാക്കാനൊക്കെ പല മാർഗമുണ്ട്. പങ്കുവെക്കുന്നതിന് നീതിയുണ്ടോ സമത്വമുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു സമരം തുടങ്ങുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്യണം, അതെങ്ങനെ നിർത്തണമെന്ന്. വെടിവെച്ചാൽ ഉന്നത്തിക്കൊള്ളണം. ഇതോടെ ഈ കാര്യം പറഞ്ഞ് അവസാനിച്ചു എന്ന് കരുതരുത്. പറയാൻ പലതുണ്ട്, പറയേണ്ട സമയത്ത് നമുക്ക് പറയാം, അതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുങ്ങും. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കാണാം. ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഞാൻ സാധാരണ നന്ദി പറയാറില്ല. ഇത് കാരണം എന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് സംഭവിച്ചു പോകും. ഇത് ചുമ്മാ വെറുതെ ആലങ്കാരികമായിട്ട് നന്ദി പറയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഞാനിവിടെ വന്നിട്ട് എനിക്ക് നാളെയാണ് അദ്ദേഹം എഴുതി വെച്ച ദിവസം, പക്ഷെ നാളെ എനിക്ക് തൃശ്ശൂരിൽ പരിപാടി പെട്ടെന്ന് വന്നുകൊണ്ട് പോകേണ്ട വന്നു. ഒരു ഉത്തരവാദിത്വമാണത്. അതുകൊണ്ട് ക്ഷമാപൂർവ്വം ഇന്ന് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ മോശമല്ല. ഞാൻ പറഞ്ഞ ഗാന്ധിജിയുടെ പ്രമേയത്തേക്കാൾ കൂടുതൽ ആളുണ്ട്. ഗാന്ധിജി പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അത്രയും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അന്ന് ആളെണ്ണം വെച്ചിട്ടല്ല ചരിത്രത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായിട്ടില്ലേ? ഗാന്ധിജി പ്രസംഗിക്കാൻ പോയി. ഇപ്പം നിങ്ങൾ പ്രസംഗ മത്സര പരിശീലനം കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കുമല്ലോ. ഗാന്ധിജി പ്രസംഗിക്കുന്ന ആരുടെ മുമ്പിലാണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇവിടെ കൽപ്പറ്റ ധാരാളം മാഷൊക്കെ ഉണ്ടായിരുന്നു, മാഷ് പോയിട്ടുണ്ടാവും അല്ലേ? ഈ മഹാരഥന്മാരൊക്കെ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമിച്ച് പോവില്ലേ? ഞങ്ങൾ കണ്ണൂരൊരു പരിപാടിയുണ്ട്, എന്തെങ്കിലും പരിപാടി വന്നാൽ പപ്പാട്ടം വന്ന് മുമ്പിലിരിക്കും. ടീപ്പത്തന ഇപ്പോൾ ഇല്ല, വയ്യാത്തതുകൊണ്ട്. അതോടെ ഇവിടെ അങ്ങ് സ്തംഭിക്കും. ആര്? ഈ പറയാൻ വിചാരിച്ച് ചങ്ങാതി നിർത്തിക്കളയും. പപ്പാട്ടനുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തെല്ലോ പറഞ്ഞിട്ട് പപ്പാട്ടനുണ്ട് ഇങ്ങോട്ട് വരികയില്ല. പരിപാടി അലങ്കോടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറി. നിങ്ങൾക്കത് മനസ്സിലായോ? അതായത് ഈടുറ്റയാൾ സദസ്സിലും ഈട് കുറഞ്ഞയാൾ സ്റ്റേജിലും വരിക. സ്റ്റേജിൽ ഈട് കുറയാതിരിക്കാൻ വേണ്ടി കുറേ ആൾ കയറിയിരിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ പരിപാടിയുണ്ട്. ആവശ്യമില്ലാത്തവരെല്ലാം കൂടി ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുന്നൊരു പരിപാടി അതല്ല. കനപ്പെട്ട ആൾ, തലപ്പൊക്കമുള്ള ആൾ ഇവിടെ ഇരിക്കുക. അങ്ങനെ ഒരു പരിഭ്രമം വന്നാൽ ഗാന്ധിജി അല്ല ആരായാലും തോറ്റുപോകും അല്ലേ? അതാ സംഭവിച്ചത്. ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്ന ഹിമാലയ തുല്യൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ലൈക്ക് ആൻ എവറസ്റ്റ് എന്നാണ്. ഗാന്ധിജി എല്ലാവരും കാണുമ്പോൾ പറയും, ഈ വിശേഷങ്ങളുണ്ട് അല്ലേ? ഗോപാലകൃഷ്ണ ഗോഖലെയെക്കുറിച്ച് പറഞ്ഞത് മഹാസാഗരം എന്നാണ് പറഞ്ഞത്, കടൽ പോലെ എന്നാണ്. മനസ്സിലായല്ലേ? അച്ഛന് സമാനം എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ട്. ഉപമകളും സാദൃശ്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. പക്ഷേ ഫിറോസ് ഷാ മേത്തയുടെ മുമ്പിൽ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്
ഐ ഡെലിവർ ഐ ഡെലിവർ ഐ ഡെലിവർ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഒന്നും ഡെലിവർ ആയിട്ടില്ല. സുഭാഷ് ഫിറോസ് ഷാ മേത്ത പറഞ്ഞു, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഡെലിവർ എന്ന് പറഞ്ഞാൽ 2 അർത്ഥം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവിടെ ഗാന്ധിജി അവിടെ ഇരുന്നു, തുറന്നൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് എല്ലായിടത്തും ജയിച്ച ആൾ അല്ല മോഹൻദാസ്, എല്ലായിടത്തും ജയിക്കുന്നവരെ അല്ല നാം നേതാവായിട്ടും കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തോ കുറവുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിലൊക്കെ തോക്കണം, മനുഷ്യൻ്റെ മുമ്പിൽ തോക്കുക എന്നുള്ളത് ഒരു കുറവല്ല, ഒരു യോഗ്യതയാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഗാന്ധിജി കോടതി പോയിട്ട് വാദിച്ചിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗാന്ധി പറഞ്ഞു കോടതിക്ക് പുറത്ത് അബ്ദുള്ള സേട്ടിൻ്റെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. അബ്ദുള്ള സേട്ടിന് തന്നെ ബുദ്ധിമുട്ടായി ഈ മനുഷ്യനെ കൊണ്ട്. അതായത് നമുക്കിത് പുറത്ത് തീർക്കാമെന്ന് പറഞ്ഞു. പുറത്തെങ്കിൽ പുറത്തെന്ന് പറഞ്ഞു. മനസ്സിലായിട്ടില്ലേ? പുറത്ത് അത് തീർക്കുക മാത്രമല്ല, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു കളയാം, എനിക്കിനിയിപ്പം ഇസ്ലാം എന്താണെന്ന് പഠിക്കണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഏത് കേസ് വാദിക്കാൻ വന്ന ആളെ. ഇപ്പോൾ നിങ്ങളിവിടെ വക്കീലന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ പരിസരത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു വക്കീലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കഥ എന്നുള്ളത് മനസ്സിലായി. ജൂനിയറായിട്ട് കിട്ടണം, അപ്പോഴാണ് മനസ്സിലാവുക. ചുരുക്കത്തിൽ അങ്ങനെ പലയിടങ്ങളിലും അവ്യക്തതകളുണ്ടായിരുന്ന, പ്രയാസങ്ങളുണ്ടായിരുന്ന, സദസ്സിനോട് ഭയമുണ്ടായിരുന്ന, വേണ്ടത്ര വാക്ക് കിട്ടാതിരുന്ന, നല്ല ഇംഗ്ലീഷ് ഇല്ലാതിരുന്ന, എന്തിന് ഗുജറാത്തി പോലും നന്നായിട്ട് പറയാൻ കഴിയില്ലാത്ത ഒരാളായിരുന്നു. ആ മനുഷ്യനാണ് പിന്നീട് ഇതെല്ലാം സ്വായത്തമാക്കുന്നത് എന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം. ഗാന്ധിജി ഉണ്ടാക്കിയ കുറേ വാക്കുകളുണ്ട്, അതിലൊന്നാണ് സത്യാഗ്രഹം. സത്യാഗ്രഹം എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് എന്താണെന്നറിയോ? നമ്മൾ ബന്ദിന് പകരം ഒരു വാക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താ? ഹർത്താൽ. ഹർത്താൽ ഒരു ഗുജറാത്തി വാക്കാണ്. ഹർത്താലാണ് എന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു ഇത് ഹർത്താലാണെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഈ ഹർത്താൽ എന്താണെന്ന് അറിയുന്ന ഒരേ ഒരാൾ ഗാന്ധിയാണ്. അങ്ങനത്തെ ഒരു ഹർത്താൽ വന്നിട്ട് കാര്യമുണ്ടോ? ലോകത്ത് ആദ്യത്തെ ഹർത്താലായി പറയുന്നത്. ഇപ്പോൾ ഹർത്താൽ എന്താണെന്നറിയാൻ നിങ്ങളാരെങ്കിലും ഡിക്ഷണറി നോക്കുമോ? പക്ഷേ വെള്ളക്കാരൻ ഗവർണർ ഡിക്ഷണറി തപ്പി, ഏത് ഗുജറാത്തി ഡിക്ഷണറി തപ്പിയിട്ട് ഗുജറാത്തികളോട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്തൊന്ന് ഹർത്താൽ ഒന്ന് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. മുഴുവൻ ഗുജറാത്തിയും കഷ്ടപ്പെട്ടിട്ടും ഇതെന്താണെന്ന് മനസ്സിലായില്ല. കാരണം അങ്ങനെ ഒരു വാക്ക് ഏതോ കാലത്ത് മൃതമായതാണ്. നമ്മുടെ ഭാഷയിലുണ്ട് അങ്ങനത്തേത്. അപ്പോൾ ഒരുപാട് വാക്കുകൾ പ്രയോഗമില്ലാതായാൽ മരിക്കും. മരിച്ച ഒരു വാക്കിനെടുത്തിട്ട് ഹർത്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സായിപ്പല്ലേ, അയാൾ ഭരണകർത്താവല്ലേ, പോലീസ് അയാളുടെ അടുത്തല്ലേ ഉള്ളത്. ഈ കുഴപ്പം വല്ലതുമാണെങ്കിൽ അത് തിരിച്ചറിയണ്ടേ. അയാളിത് മനസ്സിലായിട്ടില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ അയാൾ പറഞ്ഞ എന്താണെന്നറിയോ? 2 ഇറാക്ക് വിസ്കി കഴിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ്, നാളെ നേരം വെളുക്കുമ്പോൾ അറിയാമെന്ന്. എന്താ കാരണം? നാളെയാ ഹർത്താൽ. സുനാമി എന്താണെന്ന് അറിയാൻ വേണ്ടി സുനാമി വരുന്ന നേരത്തെ ആരും ഡിക്ഷണറിയിലേക്ക് പോവില്ല. പോവോ? അത് വന്നിട്ട് കാണാമെന്നല്ലേ വിചാരിക്കുള്ളൂ. സുനാമിയുടെ സ്പെല്ലിംഗ് അന്വേഷിക്കുക അല്ല ചെയ്യുക. സുനാമി എന്ന് പറഞ്ഞാൽ എസ് അല്ലേ തുടക്കം, ടീയാ തുടക്കം. അങ്ങനെ വാക്കിൻ്റെ അക്ഷരത്തിൻ്റെയും ബലത്തിലല്ല. സുനാമി അതിൻ്റെ സമസ്ത ദുരന്തങ്ങളും വിതച്ച് പിൻവാങ്ങുന്നത് വരേക്കും അർത്ഥം അറിയാതിരിക്കുകയല്ല, അർത്ഥം നുകരുകയാണ് നാം ചെയ്യുക. അനുഭവങ്ങളാണ് ഒരു ആശയത്തെ, വാക്കിനെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതാണ് നമ്മൾ സാധാരണ അക്ഷരത്തെറ്റിന് അടിവരയിടുക ചെയ്യുന്നത്. ഈ കാലം ആവശ്യപ്പെടുന്നതോ ആശയത്തെറ്റുകൾക്ക് അടിവരയിടുക എന്നുള്ളതാണ്. അക്ഷരത്തെറ്റുകൾക്ക് അടിയിൽ ഏത് മാഷും വരയ്ക്കും. അക്ഷരവും തെറ്റിയാലും ആശയം തെറ്റാതിരിക്കുക എന്നുള്ളതും സമുദായത്തെ, എന്ന് വെച്ചാൽ സമുദായം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും വെള്ളാപ്പള്ളി നടേശനോ സുമാരൻ ചേട്ടനോ ഓർക്കും. ദയവേത് അങ്ങനെയല്ല, സമൂഹത്തെ എന്ന അർത്ഥത്തിലാണ്. എനിക്കെപ്പോഴും ആ വാക്കായി വരിക. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞു നിങ്ങൾ സമുദായം എന്ന് പറയരുതെന്ന് പറഞ്ഞു. പോരെ. അപ്പോൾ സമൂഹത്തെ സംശയത്തിന് എറിഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനം. സമുദായത്തെ സംശയാലുക്കളാക്കാതിരിക്കുക എന്നുള്ളതാണ്. പരസ്പരം സംശയിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന പണി ഏത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടായാലും മക്കളെ നിങ്ങളത് എടുക്കരുത്, നിങ്ങൾ തുറന്ന് പറയണം. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുക എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പിൽ തോക്കുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മാത്രമേ നിങ്ങൾക്ക് മനുഷ്യനെ മനസ്സിലാവുള്ളൂ. ജയിച്ച കുട്ടിയോട് നിങ്ങൾ ചോദിക്കുമോ എന്തുകൊണ്ടാണ് ജയിച്ചതെന്ന്? ചോദിക്കുമോ? ഓടുന്ന കാരനോട് നിങ്ങൾ ചോദിക്കുമോ എന്താ ഓടുന്നതെന്ന്? നിർത്തിയിട്ട കാരനോടല്ലേ ചോദിക്കൂ എന്താ നിർത്താൻ കാരണമെന്ന്? തോറ്റ കുട്ടിയാണ് തോൽവിയുടെ കാരണം അന്വേഷിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും തോറ്റ കുട്ടികളാകുന്നു. തോൽവിയുടെ കാരണം അന്വേഷിക്കുമ്പോൾ ജയത്തിലേക്ക് കുതികൊള്ളാനുള്ള ഊർജമായി അതിൻ്റെ ഉത്തരം മാറും. കാരണം ഉത്തരങ്ങളല്ല, ചോദ്യങ്ങളാണ് മുമ്പിൽ നടക്കുന്നത്.
അങ്ങോട്ട് ശരിയായില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ നിങ്ങൾ ക്ഷീണിച്ചുകൊണ്ടാണോ ഞാൻ ക്ഷീണിച്ചുകൊണ്ടാണോ അതല്ല സമയം വൈകിയത് കൊണ്ടാണോ? വിശക്കുന്നുണ്ടാവും അല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കണം. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം ഈ ബാഡ്ജാണ്. ഈ ബാഡ്ജ് ഡിസൈൻ ചെയ്ത നിങ്ങളുടെ മനോധർമ്മത്തെ ഞാൻ എനിക്ക് സാധ്യമായ എല്ലാ പദങ്ങളും ഉപയോഗിച്ചു എന്ന് കരുതുക പ്രശംസിക്കുന്നു. എന്താണെന്നറിയോ, ചില സ്ഥലത്ത് ഈ ബാഡ്ജ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും നശിക്കുകയില്ല. നിങ്ങൾ ഈ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ നിൽക്കേണ്ട ഒരു കാര്യത്തിന് മെനക്കെടരുത്. പെറിഷബിളായിരിക്കുക എന്നുള്ളതാണ്. നശിക്കുകയും ചെയ്യണം, അല്ലാതെ എല്ലാ ലോകാവസാനം വരെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു സാധനത്തിന് ഒരു ദിവസത്തെ ആയുസ് മതി. ഇനി ഒരാഴ്ച ഇനി അല്ലാതെ നമുക്കൊണ്ട് സൂക്ഷിക്കണം. ഇതിൻ്റെ മ്യൂസിയമൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അവർക്കിത് വേണമെങ്കിലൊരു വസ്തുവായിട്ട് സൂക്ഷിക്കാം. പക്ഷേ നിങ്ങൾ കാണേണ്ടത് നമ്മൾ ഈ ഇതുണ്ടല്ലോ, പടേണിയില്ലേ, പടേണി. നിങ്ങൾ പടേണി നടക്കുന്ന സ്ഥലത്ത് പോയി നോക്കണം. അവർ ചമയങ്ങൾ തയ്യാറാക്കുന്ന പാളയിലാണ്. പാളയുടെ സാപ്പ് ഗ്രീൻ ഉണ്ടല്ലോ, അത് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഐവറി കളർ വരും. ഈ ഐവറിയും സാപ്പ് ഗ്രീനും ചേർത്തുണ്ടാക്കുന്ന ചിത്രങ്ങളാണ് അവരുടെ മുഖപടമായി, അവരുടെ ചമയമായി മാറുന്നത്. ഈ പണിയെടുക്കുന്നത് നമ്മളെ കടമ്മനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അനിയനൊരു പണിക്കരിയായിട്ടുണ്ടായിരുന്നു. കൽക്കത്തയിൽ നമ്മൾ ഈ പണിക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം ഇരുന്ന് പാളയെ പണിയെടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമല്ലോ, ഹാർഡ് ബോർഡർ ഉണ്ടാക്കാം, നിങ്ങൾ കുറച്ചാൽ അത് ഉപയോഗിക്കാൻ ചെയ്യാം. അന്ന് എനിക്ക് പ്രായം 24 മറ്റോ. ആ മണ്ടത്തരം കൊണ്ട് ചോദിച്ചാൽ അപ്പോൾ അന്നേരം അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഇതിൻ്റെ പെയിൻ ഉണ്ടല്ലോ, ഓരോ ദിവസവും കളിക്കാനുള്ള പാള കരുതി ഇവിടുന്ന് കൊണ്ടുവന്നു, കേരളത്തിൽ നിന്ന്. ബംഗാളി കവുങ്ങൊക്കെ ഉണ്ട്, പാള പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയി. ആ പച്ചപ്പാളയിൽ തീർത്ത ആ കലാരൂപത്തോളം മൂല്യം നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിനുണ്ടാവില്ല. എന്താ കാരണം? ഒരു കളി കഴിഞ്ഞാൽ അത് പെറിഷബിൾ ആവണം, നശിക്കണം എന്നുള്ളതാണ്. അവിടെ ബംഗാളിലല്ലേ, ബംഗാളിൽ ഇപ്പുറത്തെ ഹൂഗ്ലി നദിയിലേക്കല്ലേ അവർ കാളി ഫെസ്റ്റിവലിനുണ്ടാക്കുന്ന മുഴുവൻ ശില്പങ്ങളും, അതിമനോഹരമായ ശില്പങ്ങളാണ് കേട്ടോ, മുഴുവൻ ആ കടലിലെറിയും. ഗണപതി ബപ്പ നിങ്ങൾക്കറിയില്ലേ, കടലിലെറിയുക ചെയ്യുക. അതായത് മനുഷ്യ ജീവിതം പോലെ. നിങ്ങൾ അയ്യപ്പൻ കൂത്ത് കണ്ടു നോക്കൂ, എത്ര മനോഹരമായ കളമാണ്. ആ കളത്തിന് പുറത്ത് അവർ പാടും, നൃത്തം ചെയ്യും. പിന്നെയോ ഇതിനാദ്യം ചിത്രവും വരയ്ക്കണം. പ്രതിഭ എന്നല്ലാതെ എന്താ പറയുക? ചിത്രം, പാട്ട്, ആട്ടം, ഇതെല്ലാം ചെയ്ത് ടി.ആർ.ഡി. ശങ്കരൻ നമ്പ്യാർ ഒടുവിൽ കളത്തിലേക്ക് കടന്ന് ഈ പഞ്ചനിറങ്ങളെയും ചേർത്ത് ന്യൂട്രൽ ഗ്രേ എന്ന് പറയുന്ന ശ്മശാന സമാനമായ ഒരു നിറം സംഭാവന ചെയ്തുകൊണ്ട് മരണമാണിത് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചാണ് മടങ്ങുന്നത്. അതായത് നിങ്ങളുടെ സമസ്ത നിറങ്ങളും ചാരമായി മാറുന്ന ഒരു ദിനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അത്രയും ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഇതിനകത്തൊരു മാതൃകയുണ്ട്. ഏതായാലും ഇത് നിങ്ങൾ പറയുക എല്ലാവരും കൂട്ടായിട്ടൊന്നും ആരും ചെയ്യുന്നില്ല, ആരോ ഒരാളുണ്ടാവണം, ഇതാവും നല്ലത്, ഇത് തരക്കേട് ലിക്വിഡ് നമുക്ക് ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ച ആളുണ്ട്. ആ ആളെയും അദ്ദേഹത്തെ പിന്തുണച്ച ആളുകളെയും നിങ്ങളുടെ ഈ കാര്യത്തിലൊക്കെ പുലർത്തുന്ന ഒരു സർഗാത്മകതയെയും, മുരളി അവിടെ ഇരിക്കുന്നുണ്ട്, അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതേ എനിക്കിപ്പോൾ കഴിയുന്നുള്ളൂ. ഏതായാലും ഈ ശ്രമം നിരന്തരമായി തുടരട്ടെ. സംവാദം അഭംഗുരം, അനവരതം, തടസ്സമില്ലാതെ മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 2ാം ദിനമായിരുന്ന് ഈ വേദിയിലെ അവസാന സെഷനിൽ നമ്മളോട് ഏറെ നേരം സംവദിച്ച ഗാന്ധിയും സമരഭൂമികളും എന്ന വിഷയത്തിൽ ഏറെ നേരം സംവദിച്ച പ്രിയപ്പെട്ട എബിഎൻ ജോസഫ് സാറിനെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഏറെ നേരം ഈ പ്രോഗ്രാമിൽ സശ്രദ്ധം പങ്കെടുത്ത മുഴുവൻ ക്ലെയിം ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്